സോ നമ്മൾ നമ്മുടെ അടുത്ത ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ചാപ്റ്റർ 7 ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലേ. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച ചാപ്റ്റർ പോലെ അല്ല, അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള ചാപ്റ്ററാണ്. ഡെറിവേഷൻസ് ഉണ്ട്, കുറച്ചധികം വെയിറ്റേജസും ഉണ്ട്. അതേപോലെ തന്നെ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിക്കാറുണ്ട്. ഇനി ന്യൂമറിക്കൽസ് മാത്രമല്ല, ആദ്യത്തെ 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് വരെയും ഇവിടെ നിന്ന് കുറച്ച് ചിന്തിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. സോ ടൈം കളയാതെ നമുക്ക് അതിൻ്റെ ഫസ്റ്റ് ഭാഗത്തേക്ക് പോവാം. പ്രധാനപ്പെട്ട ഡെറിവേഷൻസ് നമുക്കറിയാം. ഈ ചാപ്റ്ററിലെ ഏറ്റവും മെയിൻ ഡെറിവേഷൻസ് ഏതൊക്കെയാ അല്ലെ? റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ. ഈ 3 ആളുകളുടെയും കറണ്ട് കണ്ടുപിടിക്കാനുണ്ട് അല്ലേ. പിന്നെ അതേപോലെ അവരുടെ ഫേസർ ഡയഗ്രാം, പിന്നെ ആവറേജ് പവർ. അപ്പോൾ റെസിസ്റ്റീവ് സർക്യൂട്ട്, ഇൻഡക്റ്റീവ് സർക്യൂട്ട്, അതേപോലെ തന്നെ കപ്പാസിറ്റീവ് സർക്യൂട്ട്, ഇവരുടെ 3 പേരുടെയും എന്താണ് കറണ്ട് കണ്ടുപിടിക്കാൻ അല്ലേ. സെയിം ഫേസ് ആണ്, ഡിഫറെൻറ്റ് ഫേസ് ആണ്, ആരാണ് ലാഗ് ചെയ്യണത്, ആരാണ് ലീഡ് ചെയ്യണത്, അത് കണ്ടുപിടിക്കാൻ അല്ലേ. അത് വെച്ച് ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ. അതേപോലെ തന്നെ പിന്നെ എന്താ ഉള്ളത്? ആവറേജ് പവർ അല്ലേ. പിന്നെ വരുന്നത് LCR സർക്യൂട്ടിന്റെ ആവറേജ് പവർ ആണ്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, LCR സർക്യൂട്ടിന്റെ ഇംപിഡൻസ്, പിന്നെ റെസണൻറ്റ് ഫ്രീക്വൻസി. ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആദ്യം ഈ ചാപ്റ്ററിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഡെറിവേഷൻസ് പഠിച്ചു വെക്കുക. ഇനി ഡെറിവേഷൻസ് മാത്രമല്ല, തിയററ്റിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. റെസണൻസ്, അങ്ങനെ കുറച്ച് ടോപ്പിക്ക് വരുന്നുണ്ട്. അതെല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് പോകാൻ പറ്റുള്ളൂ. സോ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഈ റീസെന്റ് ഇയറിൽ പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. വാട്ട് ഈസ് RMS വാല്യൂ ഓഫ് ആൻ AC? അല്ല, ഒരു AC യുടെ RMS വാല്യൂ എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, RMS വാല്യൂവിന് NCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഡെഫിനേഷൻ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ RMS വാല്യൂ ഓഫ് AC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു AC വാല്യൂയുടെ RMS വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്യൂട്ടിലൂടെ നമ്മൾ ആ AC വാല്യൂ കൊടുക്കൂലേ, അപ്പോൾ ഉണ്ടാവുന്ന ഹീറ്റ്, സെയിം ഹീറ്റ് ഉണ്ടാവാൻ എത്ര DC വാല്യൂ കൊടുക്കണോ അതാണ് ശരിക്കും ആ ACയുടെ RMS വാല്യൂ. ഫോർ എക്സാമ്പിൾ, അതായത് ഇങ്ങനെ, അതായത് ഒരു AC വാല്യൂ, അതിൽ ഞാൻ ഒരു 10 ആംപിയർ കറണ്ട് കൊടുത്തു. എപ്പോഴും ആലോചിക്കുക, ഒരു AC വാല്യൂ ഞാൻ എത്ര ആംപിയർ കറണ്ട് കൊടുത്തു? 10 ആംപിയർ കറണ്ട് കൊടുത്തു. അപ്പോൾ അവിടെ ഒരു ഹീറ്റ് ഉണ്ടാവില്ലേ? അതേ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ DC വാല്യൂവിൽ ഞാൻ എക്സാമ്പിൾ പറയാണ്, 7 ആംപിയർ ആണ് കറണ്ട് വേണ്ടി വന്നത്. അതായത് AC വാല്യൂവിൽ 10 ആംപിയർ കറണ്ട് കൊടുത്തപ്പോൾ ഉണ്ടായ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ DC വാല്യൂവിൽ 7 ആംപിയർ കറണ്ട് വേണ്ടി വന്നാൽ ആ 7 ആംപിയർ ആണ് ഈ ACയുടെ RMS വാല്യൂ. ഇതാണ് ഡെഫിനിഷൻ. നിങ്ങൾ അങ്ങനെ എഴുതണം എന്നല്ല, നിങ്ങൾ പഠിച്ചു തന്നെ എഴുതിയാൽ മതി. ഇത് ശരിക്കും പറഞ്ഞാൽ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഡെഫിനിഷൻ ആണ്. അതായത് എന്താണ്? RMS വാല്യൂ ഓഫ് ദ AC is the value of DC which produces same heat എന്നാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ഡെഫിനിഷൻ. പക്ഷെ നിങ്ങൾ അങ്ങനെ എഴുതണം എന്നില്ല. നിങ്ങൾ പഠിച്ച ഇക്വേഷൻ എഴുതിയാൽ മതി. നമ്മൾ എന്താ ഇക്വേഷൻ പഠിച്ചിരിക്കുന്നത്? IRMS കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? I0/√2. അതേപോലെ തന്നെ എന്തായിരുന്നു? VRMS കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ V0/√2. അപ്പോൾ ഇതാണ് ഇക്വേഷൻ അല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ഒരു ACയുടെ RMS വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം വാല്യൂ, 0 എന്ന് വെച്ചാൽ മാക്സിമം വാല്യൂ അല്ലേ, അതിൻ്റെ 1/√2 ടൈംസ് ആണെന്ന് എഴുതാം. ശരിക്കും ഇതല്ലാത്ത ഡെഫിനിഷൻ, പക്ഷെ ഇങ്ങനെ എഴുതിയാലും മാർക്ക് തരാറുണ്ട്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ എന്താണ് IRMS? I0/√2, കറണ്ടിന്റെ മാക്സിമം വാല്യൂയുടെ 1/√2 അല്ലേ. അതേപോലെ എന്താ VRMS? മാക്സിമം വോൾട്ടേജിന്റെ 1/√2. അത് ഡെഫിനിഷൻ ആക്കി എഴുതിയാലും മതി. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യം പഠിക്കാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടി നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? IRMS VRMSന്റെ ഇക്വേഷൻ വെച്ച് ഡിഫൈൻ ചെയ്യാൻ പഠിച്ചാലും മതി. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. വാട്ട് ഈസ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്? അതേപോലെ തന്നെ വാട്ട് ഈസ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്? എന്താണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്, എന്താണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് അല്ലേ? നമുക്കറിയാം, നമ്മൾ ഇൻഡക്ടറിന്റെ കേസ് പഠിച്ചിട്ടുണ്ട്. ഇൻഡക്ടറിന്റെ ഇൻഡക്റ്റൻസ് എല്ലാം ആണ് അല്ലേ. ഒരു ഇൻഡക്ടർ ഉള്ള സർക്യൂട്ടിൽ ആ ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ്, അതായത് റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ആൻ ഇൻഡക്ടർ, എന്താണ് അതിന്റെ ഇക്വേഷൻ? XL = L⍵. ഇതാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് അല്ലേ. അതേപോലെ എന്താ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് വെച്ചാൽ, ഒരു കപ്പാസിറ്റൻസിന്റെ വാല്യൂ C ആണ് അല്ലേ. അപ്പോൾ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എ കപ്പാസിറ്റർ, ഒരു കപ്പാസിറ്റർ തരുന്ന റെസിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് വിളിക്കുക? കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് വിളിക്കുക. എന്താണ് ഇക്വേഷൻ?
എക്സ് സി ഈക്വൽ ടു 1/c ഒമേഗ. ക്ലിയർ അല്ലേ മക്കളെ? നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പക്ഷെ ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ. അതായത് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇഫ് ഫ്രീക്വൻസി ഓഫ് ആൻ എ സി ഈസ് ഇൻക്രീസ്ഡ്, ഫ്രീക്വൻസി കൂട്ടി, വാട്ട് ഹാപ്പൻസ് ടു ഇൻഡക്റ്റീവ് ആൻഡ് കപ്പാസിറ്റി റിയാക്ടൻസ്? ഫ്രീക്വൻസി കൂട്ടിയാൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസിനും കപ്പാസിറ്റി റിയാക്ടൻസിനും എന്ത് പറ്റും എന്നാണ് ചോദ്യം. നമുക്കറിയാലോ, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എക്സ് എൽ ഈക്വൽ ടു എൽ ഒമേഗയാണ്. ഇനി നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് ഒമേഗ ഈക്വൽ ടു 2πf. പിന്നെ അവിടെ കൊടുത്താൽ എക്സ് എൽ ഈക്വൽ ടു എൽ ഇൻറ്റു ഒമേഗക്ക് പകരം 2πf. ഇതിൽ എല്ലും 2π ഒക്കെ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എക്സ് എൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഫ്രീക്വൻസി എന്ന് കിട്ടും. വിച്ച് മീൻസ് ഫ്രീക്വൻസി കൂടിയാൽ എന്ത് കൂടും? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കൂടും. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നതാണ്, ഫ്രീക്വൻസി കൂടിയാൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസിന് എന്ത് പറ്റും? സോ ഫ്രീക്വൻസി കൂടിയാൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കൂടും. എങ്കിൽ എന്തായിരിക്കും മക്കളെ കപ്പാസിറ്റി റിയാക്ടൻസ് സംഭവിക്കുക? കപ്പാസിറ്റി റിയാക്ടൻസിന്റെ ഇക്വേഷൻ ഏതാ നമുക്ക്? എക്സ് സി ഈക്വൽ ടു 1/c ഒമേഗ അല്ലേ? അപ്പോൾ ഒമേഗക്ക് വരും 2πf. ഇനി അവരെല്ലാവരും കോൺസ്റ്റൻസ് അല്ലേ? അപ്പൊ എക്സ് സി പ്രൊപ്പോർഷണൽ ടു 1/f. എക്സ് സി പ്രൊപ്പോർഷണൽ ടു 1/f. ഇവിടെ നമുക്ക് എന്താ മനസ്സിലായത്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണല്ലേ? സോ ഫ്രീക്വൻസി കൂടിയാൽ എക്സ് സി കപ്പാസിറ്റി റിയാക്ടൻസ് കുറയും. അപ്പോൾ ഫ്രീക്വൻസി കൂടിയാൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എക്സ് എൽ കൂടും, എന്നാൽ എക്സ് സി കുറയും, കപ്പാസിറ്റി റിയാക്ടൻസ് കുറയും. ഓക്കെ അല്ലേ? ഇതിന്റെ ഗ്രാഫ് ഉൾപ്പെടെ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നുണ്ട് അല്ലേ? ഇവിടെ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ അല്ലേ ഫസ്റ്റ് കേസിൽ പഠിച്ചത്, അപ്പൊ സ്ട്രേറ്റ് വരും. അതേപോലെ ഇവിടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയതുകൊണ്ട് ഇങ്ങനെ വരും, കുറഞ്ഞു വരും. ഗ്രാഫ് നോക്കണം എന്നില്ല, ബുക്കിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചേക്കാം. ഫ്രീക്വൻസി കൂടുകയോ കുറയോ ചെയ്താൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസിനും കപ്പാസിറ്റി റിയാക്ടൻസിനും എന്ത് മാറ്റം വരും? അതാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ചെയ്തത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഡിഫൈൻസ് റെസൊണൻസ് ഇൻ എ സി സർക്യൂട്ട്. എന്താണ് റെസൊണൻസ് അല്ലെ? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു LCR സർക്യൂട്ട്. എന്താ LCR സർക്യൂട്ട്? ഇൻഡക്ടർ ഉണ്ടാവും, കപ്പാസിറ്റർ ഉണ്ടാവും, റെസിസ്റ്റർ ഉണ്ടാവും. LCR. എപ്പോഴാണ് ഇത് റെസൊണൻസിലാവുന്നത്? ഇൻഡക്ടറിന്റെ റിയാക്ടൻസ് XL, അതേപോലെ തന്നെ കപ്പാസിറ്റർ റിയാക്ടൻസ് XCയും ഈക്വൽ ആവുക. അതായത് L ഒമേഗയും 1/c ഒമേഗയും ഈക്വൽ ആവുന്ന ഈ സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് റെസൊണൻസ്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ എന്താ റെസൊണൻസ് എന്ന് വെച്ചാൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും ഈക്വൽ ആവുന്ന സിറ്റുവേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസൊണൻസ്. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ നിന്ന് വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം കേട്ടോ. റെസൊണൻസിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. റേഡിയോ സർക്യൂട്ടിൽ അല്ലെങ്കിൽ ട്യൂണർ സർക്യൂട്ടുകൾ ആണ് നമ്മൾ ഈ റെസൊണൻസ് എന്ന് പറയുന്ന കണ്ടീഷൻസ് ഉപയോഗിക്കുക. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. അപ്പോൾ റേഡിയോ സർക്യൂട്ടിൽ അല്ലെങ്കിൽ ട്യൂണർ സർക്യൂട്ടുകളിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? റെസൊണൻസ് ഉപയോഗിക്കുക. എന്താ റെസൊണൻസ്? L ഒമേഗയും 1/c ഒമേഗയും ഈക്വൽ ആവുന്ന സിറ്റുവേഷൻ നമ്മൾ എന്ത് വിളിക്കുക? റെസൊണൻസ് എന്ന് വിളിക്കുക. ഇനി ഈ റെസൊണൻസിന്റെ സമയത്ത് ഒരു കാര്യം കൂടി നോട്ട് ചെയ്ത് വെച്ചേക്കുക. L ഒമേഗയും 1/c ഒമേഗയും ഈക്വൽ അല്ലേ മക്കളെ? അപ്പോൾ Z ഇമ്പിഡൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? √R² പ്ലസ് L ഒമേഗ മൈനസ് 1/c ഒമേഗ ദ ഹോൾ സ്ക്വയർ അല്ലേ? ഇവിടെ L ഒമേഗയും 1/c ഒമേഗ ഈക്വൽ ആണ്. അപ്പൊ ഈക്വൽ ആയിട്ടുള്ള രണ്ടാളുകൾ തമ്മിൽ മൈനസ് ചെയ്താൽ 0 അല്ലേ കിട്ടുക? അപ്പൊ ആ ഇക്വേഷൻ എന്താവും? Z ഈക്വൽ √R² ഈക്വൽ ടു R എന്ന് വെച്ചാൽ എന്താണ്? ഇമ്പിഡൻസ്. ഇമ്പിഡൻസ് എന്ന് വെച്ചാൽ LCR സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസിനെ നമ്മൾ എന്ത് വിളിക്കുക? ഇമ്പിഡൻസ് വിളിക്കുക. അല്ലെങ്കിൽ ഒരു AC-യുടെ എന്താണോ ആ AC-യിലുള്ള അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസിനെ നമ്മൾ എന്ത് വിളിക്കുക? ഇമ്പിഡൻസ് വിളിക്കുക. LCR-ൽ 3 പേരുണ്ടല്ലോ, അപ്പൊ LCR-ലെ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് ഇമ്പിഡൻസ്. എന്നാൽ ആ സർക്യൂട്ട് റെസൊണൻസിലാണെങ്കിൽ എന്താ നമ്മളിപ്പോൾ കണ്ടത്? Z-ഉം R-ഉം ഈക്വൽ ആണ്. അതായത് എപ്പോഴും ശ്രദ്ധിക്കുക, റെസൊണൻസിലാണെങ്കിൽ ആ സർക്യൂട്ടില്ലേ റെസിസ്റ്റർ മാത്രമുള്ളപ്പോൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യണത്? അതേപോലെ ബിഹേവ് ചെയ്യും. മറക്കരുത് കേട്ടോ. അത് മാത്രമല്ല, ഒരു LCR സർക്യൂട്ടിൽ ആരൊക്കെ ഉണ്ട് റെസിസ്റ്റൻസ് കൊടുക്കാനായിട്ട്? റെസിസ്റ്റർ ഉണ്ട് അല്ലേ? പിന്നെ ആരുണ്ട്? ഇൻഡക്ടർ ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇൻഡക്ടറിന്റെയും കപ്പാസിറ്ററിന്റെ റെസിസ്റ്റൻസ് തമ്മിൽ മൈനസ് ആയിപ്പോയി, 0 ആയിപ്പോയി. ഇപ്പൊ ആരുടെ റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ? റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ റെസിസ്റ്റൻസ് കുറഞ്ഞില്ലേ? കാരണം എന്താണ്? ഇൻഡക്ടറിന്റെയും കപ്പാസിറ്ററിന്റെ റെസിസ്റ്റൻസ് അവിടെ ഇല്ല. അപ്പൊ ഇപ്പൊ അവിടെ ടോട്ടൽ ഇമ്പിഡൻസിൽ ആകെ റെസിസ്റ്റർ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ടോട്ടൽ റെസിസ്റ്റൻസ് കുറഞ്ഞു. അപ്പോൾ മറക്കരുത് ആ ഒരു കാര്യം കൂടി. അതായത് അതും കൂടി അവിടെ എഴുതി തരാം. ഡ്യൂറിങ് റെസൊണൻസ് Z ഈക്വൽ ടു R അല്ലേ? Z കുറഞ്ഞു.
അല്ലെ റെസിസ്റ്റൻസ് ടോട്ടൽ റെസിസ്റ്റൻസ് കുറഞ്ഞു, ഇംപെഡൻസ് കുറഞ്ഞു, സോ കറണ്ട് വിൽ ബി മാക്സിമം. അപ്പൊ എന്താണെന്നറിയോ, റെസനൻസ് എന്ന് പറയാതെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാക്സിമം കറണ്ട് എന്ന് പറഞ്ഞാളെ നിങ്ങൾ മനസ്സിലാക്കുക. മാക്സിമം കറണ്ട് വരുന്ന എപ്പോഴാണ്? റെസനൻസിലാവുമ്പോഴാണ്. കാരണം എന്താണ്? മാക്സിമം കറണ്ട് വരണമെങ്കിൽ റെസിസ്റ്റൻസ് മിനിമം ആയിരിക്കണം അല്ലെ. റെസിസ്റ്റൻസ് മിനിമം എന്ന് വെച്ചാൽ ബാക്കി രണ്ടുപേരും ഇല്ല, അത് റെസനൻസിലാണ്ട് വരാം. ഈ ഒരു സിറ്റുവേഷൻ കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഒപ്പം തന്നെ വരുന്ന മറ്റു കാര്യങ്ങളും കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റിലേക്ക് നമ്മൾ പോവാണ്. വാട്ട് ഈസ് പവർ ഫാക്ടർ? ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 1 മാർക്കിന് നമുക്ക് ഇവിടെ നിന്ന് ഒരു കോംപ്ലിക്കേറ്റഡ് എന്നുള്ള രീതിയിൽ എല്ലാവരും തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ, പല രീതിയിലുള്ള കാറ്റഗറി ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് വരാറുണ്ട്. പവർ ഫാക്ടർ നമുക്ക് 2 രീതി ഡിഫൈൻ ചെയ്യാം. സാർ അത് കാണിച്ചത്, അതായത് ഒരു LCR സർക്യൂട്ടിന്റെ ആവറേജ് പവറിന്റെ ഡെറിവേഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. അവിടെ എന്താ വരിക? അവസാനം ഒരു ഇക്വേഷൻ പി ആവറേജ് ഈക്വൽ ടു എന്താ വരിക? VRMS ഇൻറ്റു IRMS ഇൻറ്റു കോസ് ഫൈ അല്ലെ. നിങ്ങൾ ഡെറിവേഷൻ പഠിച്ചതാണ്, അത് നോക്കിയാൽ മതി. പി ആവറേജ് ഈക്വൽ എന്താണ്? VRMS ഇൻറ്റു IRMS ഇൻറ്റു കോസ് ഫൈ എന്ന് വരും. അതിൽ ഈ പി ആവറേജ് അല്ലേ, അതിനെയാണ് നമ്മൾ ട്രൂ പവർ എന്ന് വിളിക്കുക. അതേപോലെ തന്നെ ഈ VRMS ഇൻറ്റു IRMS ഇല്ലേ, അതിന് നമ്മൾ വിളിക്കുന്ന പേര് അപ്പാരന്റ് പവർ എന്നും കോസ് ഫൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പവർ ഫാക്ടർ. സോ എന്തായിരിക്കും പവർ ഫാക്ടറിന്റെ ഇക്വേഷൻ? കോസ് ഫൈ ഈക്വൽ ടു പി ആവറേജ് ഡിവൈഡഡ് ബൈ VRMS ഇൻറ്റു IRMS, വിച്ച് മീൻസ് പവർ ഫാക്ടർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? പി ആവറേജ് അല്ലെ, ട്രൂ പവർ ഡിവൈഡഡ് ബൈ അപ്പാരന്റ് പവർ ചെയ്താൽ മതി. അപ്പൊ എന്താണ് പവർ ഫാക്ടർ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇറ്റ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ ആരൊക്കെയാ? ട്രൂ പവർ ആൻഡ് അപ്പാരന്റ് പവർ. ക്ലിയർ അല്ലേ മക്കളെ? ഇറ്റ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ ആരൊക്കെയാണ്? ട്രൂ പവർ ആൻഡ് അപ്പാരന്റ് പവർ. പക്ഷേ ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വരുന്ന 1 മാർക്ക് വേറെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, പവർ ഫാക്ടറിന് വേറൊരു ഡെഫിനിഷൻ കൂടിയുണ്ട്. സാർ അത് കാണിച്ചു തരാം, നോക്കിയോ. നമ്മൾ LCRന്റെ ഡെറിവേഷനിലുണ്ടല്ലോ, നമ്മളൊരു ട്രയാങ്കിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? നമ്മൾ VL മൈനസ് VCയും VR ഒക്കെ വെച്ചിട്ട് ട്രയാങ്കിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ട്രയാങ്കിൾ ഇതാ ഇങ്ങനെയാ വരാം, ഇതാ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ. അതിലിതാ ഇവിടെ VR, ഇവിടെ VL മൈനസ് VC, ഇവിടെ അതേപോലെ തന്നെ V വരും അല്ലേ. എന്നിട്ട് നമ്മളിവിടെ ഈ വരും നമ്മൾ ആംഗിൾ ഫൈ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലിയർ അല്ലേ മക്കളെ? അതായത് കറണ്ടും വോൾട്ടേജ് നമ്മൾ ആംഗിൾ നമ്മൾ എന്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇവിടെ കാരണം ഇവിടെ തന്നെയാണ് I വരിക. അപ്പൊ ഇവർ തമ്മിലുള്ള ആംഗിൾ നമ്മൾ ഫൈ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഇതിന് നമ്മൾ റെസിസ്റ്റൻസിന്റെ ടേമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ, അതിപ്പോ നമ്മൾ വോൾട്ടേജിന്റെ ടേമിലേക്ക് ട്രയാങ്കിൾ വരച്ചിരിക്കുന്നത്, റെസിസ്റ്റൻസിന്റെ ടേമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ട്രയാങ്കിൾ നമ്മൾ വിളിക്കുന്നത് ഇംപെഡൻസ് ട്രയാങ്കിൾ എന്നാ വിളിക്കുക. ഞാൻ ആ ട്രയാങ്കിൾ ഇവിടെ വരയ്ക്കുന്നുണ്ട്. എക്സാക്ട് ഈ സാധനത്തിന് നമ്മൾ റെസിസ്റ്റൻസിലേക്ക് മാറ്റാം. അപ്പൊ VRന് പകരം R, റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ്. VL മൈനസ് VCക്ക് പകരം XL മൈനസ് XC അവരുടെ റെസിസ്റ്റൻസ്. V എന്ന് വെച്ചാൽ LCRന്റെ വോൾട്ടേജ് ആയിരുന്നല്ലോ, അപ്പൊ LCRന്റെ റെസിസ്റ്റൻസ് ആയി ഇംപെഡൻസ് വന്നു, ഫൈ കൊടുത്തു. എങ്കിൽ ഇവിടെ നിന്ന് നിങ്ങളൊന്ന് കോസ് ഫൈയുടെ ഇക്വേഷൻ പറഞ്ഞ മക്കളെ. കോസ് ഫൈ അല്ലെ, എന്താ ഇക്വേഷൻ? കോസ് ഫൈയുടെ ഇക്വേഷൻ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ് അല്ലെ. ഇവിടെ അഡ്ജസൻറ്റ് സൈഡ് R ആണ്, ഹൈപ്പോട്ന്യൂസ് Z ആണ്, R ബൈ Z. അപ്പോ ഇതും പവർ ഫാക്ടറിന്റെ ഡെഫിനിഷൻ ആണ്. ഓക്കെ അല്ലെ? അപ്പൊ എന്താണ്? പവർ ഫാക്ടർ ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ റെസിസ്റ്റൻസ് ആൻഡ് ഇംപെഡൻസ്. ഇതും ഡെഫിനിഷൻ ആണ്, രണ്ടും കറക്റ്റ് ആണ്. ഇത് പവറിന്റെ ടേമില്, ഇത് റെസിസ്റ്റൻസിന്റെ ടേമില്. ഇവിടെ വെച്ചാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഈ കാര്യം മറക്കരുത്, ഇവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആര് കാണിച്ചു തരാം. ക്ലിയർ അല്ലേ? അപ്പൊ പവർ ഫാക്ടർ പവറിന്റെ ടേമിലാണെങ്കിൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ എന്തൊക്കെയാ? ട്രൂ പവർ ആൻഡ് അപ്പാരന്റ് പവർ. ഇനി റെസിസ്റ്ററിന്റെ ടേമിലാണെങ്കിൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ റെസിസ്റ്റൻസ് ആൻഡ് ഇംപെഡൻസ്. ക്ലിയർ അല്ലേ മക്കളെ? ഇനി ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് വരുന്ന അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ പ്യുവർലി ഇൻഡക്റ്റീവ് ഓർ കപ്പാസിറ്റീവ് സർക്യൂട്ട്, ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയറിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ പ്യുവർലി ഇൻഡക്റ്റീവ് ഓർ കപ്പാസിറ്റീവ് സർക്യൂട്ട് പവർ ഫാക്ടർ ഈസ് ഡാഷ് അല്ല. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, പവർ ഫാക്ടർ എന്ന് വെച്ചാൽ കോസ് ഫൈ അല്ലേ മക്കളെ? അല്ലെ, കോസ് ഫൈ ആണ് അല്ലെ. ഈ ഫൈ എന്താണെന്ന് അറിയോ? ഫൈ എന്ന് വെച്ചാൽ ആംഗിൾ ബിറ്റ്വീൻ V ആൻഡ് I ആണ്. വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ആംഗിൾ, ഫേസ് ഡിഫറൻസ്, അതാണ് ഫൈ. നമുക്കറിയാം ഒരു ഇൻഡക്റ്റീവോ കപ്പാസിറ്റീവോ, ഇൻഡക്റ്റീവ് എന്ന് വെച്ചാൽ ഇൻഡക്ടർ മാത്രമുള്ള സർക്യൂട്ട്, പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട്. ഇനി ഒരു പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ട്, കപ്പാസിറ്റർ മാത്രമുള്ള സർക്യൂട്ട് ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ,
അവിടെ 90 ഡിഗ്രിയാണ് ഫേസ് ഡിഫറൻസ്. ഓർമ്മയില്ലേ, വിയും ഐയും തമ്മിൽ 90 ഡിഗ്രി, π/2. അപ്പൊ ഇവിടെ ആംഗിള് ഫൈൻ്റെ വാല്യൂ 90 ഡിഗ്രി അല്ലേ. അപ്പൊ നമ്മൾ കോസ് ഫൈ കണ്ടുപിടിച്ചാൽ കോസ് π/2 കോസ് 90 അല്ലേ, 0 ആണ്. എപ്പോഴും മനസ്സിലാക്കുക, ഒരു പ്യുവർലി ഇൻഡക്റ്റീവ് അല്ലെങ്കിൽ പ്യുവർലി കപ്പാസിറ്റീവ് ആയിട്ടുള്ള സർക്യൂട്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നതെങ്കിൽ അവിടുത്തെ പവർ ഫാക്ടർ എപ്പോഴും 0 ആയിരിക്കും. ക്ലിയർ അല്ലേ മക്കളെ? എങ്കിൽ എൻ്റെ അടുത്തൊരു ചോദ്യം ഇതാണ്, ഇതൊരു പ്യുവർലി റെസിസ്റ്റീവ് ആയിട്ടുള്ള സർക്യൂട്ട്, പ്യുവർലി റെസിസ്റ്റീവ് എന്ന് വെച്ചാൽ റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ട് ആണെന്ന് വിചാരിക്കുക. അപ്പൊ എന്താ പറ്റുക? നമുക്കറിയാം, ഒരു റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ട് ആണെങ്കിൽ അവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ്, വിയും ഐയും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 0 ആണല്ലേ. കാരണം നമ്മൾ പഠിച്ചേക്കുന്നത് എന്താണ്, വിയും ഐയും സെയിം ഫേസിലാണെന്നല്ലേ പഠിച്ചിരിക്കുന്ന. അപ്പൊ വിയും ഐയും സെയിം ഫേസിലാണെങ്കിൽ ഫൈൻ്റെ വാല്യൂ 0 അല്ലേ മക്കളെ. അപ്പൊ കോസ് 0 1 ആണ്. അപ്പൊ പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ പവർ ഫാക്ടർ എത്രയാണ്? 1 ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ പ്യുവർലി ഇൻഡക്റ്റീവും പ്യുവർലി കപ്പാസിറ്റീവും ആണെങ്കിൽ പവർ ഫാക്ടർ 0, പ്യുവർലി റെസിസ്റ്റീവ് ആണെങ്കിൽ പവർ ഫാക്ടർ 1 ആണ്. എങ്കിൽ ഇതുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതാ നോക്കിക്കോ, പവർ ഫാക്ടർ ഡ്യൂറിങ് റെസനൻസ്. സിമ്പിൾ ആണ്, നിങ്ങൾക്ക് ഇപ്പൊ ഇതിന് ആൻസർ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ പഠിച്ചോളൂ അല്ലെ, റെസനൻസിൽ Z R ഈക്വൽ ആണല്ലേ. അപ്പോ നമുക്കറിയാം കോസ് ഫൈൻ്റെ ഇക്വേഷൻ എന്താ? Z/R അല്ലേ. കോസ് ഫൈൻ്റെ ഇക്വേഷൻ ദേ ഇപ്പൊ പഠിച്ചോളൂ നമ്മള്. ദേ കോസ് ഫൈൻ്റെ ഇക്വേഷൻ, സോറി Z/R അല്ല, R/Z അല്ലേ. അപ്പൊ കോസ് ഫൈ R/Z അല്ലേ. ഇനി നമ്മൾ എന്താ പഠിച്ചിരിക്കുന്ന, റെസനൻസിലാണെങ്കിൽ സെഡും ആറും ഈക്വൽ അല്ലേ. അപ്പൊ എനിക്ക് R/R ഈക്വൽ ടു 1. എപ്പോഴും മനസ്സിലാക്കുക, റെസനൻസിലാണ് സർക്യൂട്ട് എങ്കിൽ പവർ ഫാക്ടർ 1 ആണ്, അല്ലെങ്കിൽ യൂണിറ്റി ആണ്. ജസ്റ്റ് യൂണിറ്റി നമ്മൾ പറയും. ഇനി വേറെ രീതിയിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. കോസ് ഫൈ അല്ലേ, അല്ലേ, എന്താണ് റെസനൻസ് അല്ലേ. റെസനൻസിൽ ആരെ പോലെ ബിഹേവ് ചെയ്യുക? റെസിസ്റ്ററിനെ പോലെ അല്ലേ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇത് ഇവിടെ ചെയ്ത പോലെ തന്നെ ഫൈൻ്റെ വാല്യൂ 0 കൊടുത്തും ചെയ്യാം. എല്ലാം കറക്റ്റ് ആണോ? കോസ് 0 ഈക്വൽ 1, എല്ലാം കറക്റ്റ് ആണ്. ക്ലിയർ അല്ലേ മക്കളെ? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, വാട്ട് ഈസ് വാട്ട്ലെസ് കറണ്ട്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. വാട്ട്ലെസ് കറണ്ട് അല്ലേ, നമുക്ക് ഓൾറെഡി അറിയാം ആവറേജ് പവർ അല്ലേ. നമ്മൾ ആവറേജ് പവറിന്റെ ഡെറിവേഷൻ പഠിച്ചിട്ടുള്ളതല്ലേ. എന്തായിരുന്നു? ഒരു റെസിസ്റ്ററിലാണെങ്കിൽ ആവറേജ് പവർ VRMS ഇൻറ്റു IRMS ആയിരുന്നു അല്ലേ. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഇൻഡക്ടറിലെ ആവറേജ് പവറിന്റെ ഡെറിവേഷൻ പഠിച്ചാണ്. ആവറേജ് പവർ 0 ആണെന്നല്ലേ പഠിച്ചത്. അതേപോലെ ഡെറിവേഷൻ ആയിരുന്നിട്ടത് കപ്പാസിറ്ററിൽ ആവറേജ് പവർ 0 ആയിരുന്നില്ലേ. ഈ രണ്ട് സിറ്റുവേഷൻ നോക്കിയാൽ മക്കളെ, ഇവിടെ പവർ 0 ആണല്ലേ. പക്ഷെ കറണ്ട് അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇൻഡക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടല്ലോ, കപ്പാസിറ്ററിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ പവർ 0 ആയതല്ലേ. പവർ ഇല്ല, പക്ഷെ അവിടെ കറണ്ട് ഉണ്ട്. അപ്പൊ ഒരു AC സർക്യൂട്ടില് ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ പവർ 0 ആണെങ്കിൽ പവർ ഇല്ലാത്ത കറണ്ട് അല്ലേ അപ്പോൾ അവിടെ ഫ്ലോ ചെയ്യുന്നത്. ആ കറണ്ടിനെ നമ്മൾ വിളിക്കുന്നതാണ് വാട്ട്ലെസ് കറണ്ട്. വാട്ട്ലെസ്, വാട്ട് എന്ന് വെച്ചാൽ പവറിന്റെ യൂണിറ്റ് അല്ലേ. വാട്ട്ലെസ്, പവർ ഇല്ലാത്ത കറണ്ട്. അപ്പൊ എന്താണ്? ഫോർ ആൻ AC സർക്യൂട്ട് ഫോർ വിച്ച് പവർ ഡെസിപ്പേറ്റഡ് ഈസ് 0, സച്ച് എ കറണ്ട് ഈസ് നോൺ ആസ് വാട്ട്ലെസ് കറണ്ട്. ക്ലിയർ അല്ലേ മക്കളെ ഇത്? അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കാം, ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കാം കേട്ടോ. അടുത്തത് ഡിഫൈൻ ഇംപിഡൻസ്. എന്താണ് ഇംപിഡൻസ്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഒരു LCR സർക്യൂട്ടിന്റെയോ അല്ലെങ്കിൽ ഒരു AC സർക്യൂട്ടിന്റെയോ ടോട്ടൽ റെസിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇംപിഡൻസ് വിളിക്കുക അല്ലെ. റൈറ്റ് ദ ഫോർമുല ഫോർ LCR സർക്യൂട്ട്. ഒരു LCR സർക്യൂട്ടിലാണെങ്കിൽ ഇംപിഡൻസിന്റെ എന്ത് എഴുതുക? ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇക്വേഷൻ? Z ഈക്വൽ ടു R² പ്ലസ് L omega minus 1/C omega the whole square. എല്ലാ റെസിസ്റ്റൻസ് ആണ് കേട്ടോ. ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും റെസിസ്റ്റൻസും ഇംപിഡൻസും എല്ലാ റെസിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് യൂണിറ്റിന് മാത്രം കൺഫ്യൂഷൻ വരേണ്ട, എല്ലാവരുടെയും യൂണിറ്റ് ഓം ആണ് കേട്ടോ. ക്ലിയർ അല്ലേ? ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. എക്സ്പ്ലെയിൻ പവർ ലോസ് ഇൻ എ ട്രാൻസ്ഫോമർ. ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസ്ഫോമറിൽ ഉണ്ടാവുന്ന പവർ ലോസുകൾ ഏതൊക്കെയാണ്? ചിലപ്പോൾ 4 പവർ ലോസ് ആണ് ഉള്ളത്, 4 ചോദിക്കാം. ചിലപ്പോൾ 2 എഴുതാൻ പറഞ്ഞ് ചോദിക്കാം. ജസ്റ്റ് അതിന്റെ പേരുകൾ പഠിച്ചു വെക്കുക. അതായത് നമ്മൾ ഈ ട്രാൻസ്ഫോമറിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ വെച്ചല്ലേ നമ്മൾ വോൾട്ടേജ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. ആ സമയത്ത് പവർ ലോസ് ആവാൻ ചാൻസ് ഉണ്ട്.
ആ പവർ ലോസ് ആവുന്ന 4 മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. അതായത് 4 മെത്തേഡ് അല്ലെങ്കിൽ 4 വേസിലാണ് പവർ ലോസ് ആവുന്നത്. അതിൽ ഫസ്റ്റ് വൺ ജൂൾ ലോസ് എന്നാ വിളിക്കുക, അല്ലെങ്കിൽ അതിൽ വിളിക്കുന്ന മറ്റൊരു പേരാണ് കോപ്പർ ലോസ്. ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ ആ സർക്യൂട്ടിൽ കൂടെ കറണ്ട് പാസ് ചെയ്യൂലേ, അപ്പൊ ഹീറ്റിന്റെ ഫോമിലാണ് എന്ത് പവർ ലോസ് ആവുന്നെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നവരാണ് ജൂൾ ലോസ് അല്ലെങ്കിൽ കോപ്പർ ലോസ്. എല്ലാം പഠിക്കുമ്പോൾ അതെങ്ങനെ ആ ഡിഫക്റ്റ് മാറ്റാന്ന് കൂടി പഠിച്ചു വെക്കാം കേട്ടോ. ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി എന്നറിയോ, തിക്ക് വയേഴ്സ് യൂസ് ചെയ്താൽ മതി. ജസ്റ്റ് തിക്ക് വയേഴ്സ് യൂസ് ചെയ്താൽ മതി. സെക്കൻഡ് വൺ എഡ്ഡി കറണ്ട് ലോസ് ആണ്. ആദ്യമായിട്ട് കേൾക്കുന്ന പേരായിരിക്കും അല്ലെ, എഡ്ഡി കറണ്ട് ലോസ്. ശരിക്കും നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ്, 6th ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ ശരിക്കും പഠിക്കാനുണ്ടായ ഒരു കറണ്ടാണ് എഡ്ഡി കറണ്ട്. നമുക്കറിയാം മാഗ്നറ്റിക് ഫ്ലക്സ് കട്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, കറണ്ട് ഉണ്ടാവും അല്ലെ. എന്നാൽ നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടല്ലോ ഒരു മെറ്റൽ ഷീറ്റ് വെച്ചാണ് കട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. ഒരു സാധാ കണ്ടക്ടർ വെച്ചാൽ നമ്മൾ കട്ട് ചെയ്യാം. മെറ്റൽ ഷീറ്റ് വെച്ചാണ് നമ്മൾ അതിനെ കട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാവുന്ന കറണ്ട് ഇങ്ങനെ ഒരു സർക്കുലർ ഒരു റൗണ്ട് ഷേപ്പിലായിരിക്കും. ആ കറണ്ടിനെ വിളിക്കുന്നതാണ് എഡ്ഡി കറണ്ട്. അപ്പോൾ സാധാരണ കറണ്ട് തന്നെയാണ്. നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് കട്ട് ചെയ്താൽ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ് 6th ചാപ്റ്ററിൽ, മാഗ്നറ്റിക് ഫ്ലക്സ് കട്ടായാൽ അവിടെ എന്തുണ്ടാവും, കറണ്ട് ഉണ്ടാവും. ഞാനൊരു സാധാരണ കണ്ടക്ടർ വെച്ചാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ സാധാരണ ഒരു കറണ്ട് അതിൽ കൂടെ ഫ്ലോ ചെയ്യും. എന്നാൽ ഒരു മെറ്റൽ ഷീറ്റ് വെച്ചാണ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിലോ അവിടെ ഉണ്ടാവുന്ന ഒരു സർക്കുലർ ഷേപ്പിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന പോലത്തെ ഒരു കറണ്ട് ആയിരിക്കും. ആ കറണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എഡ്ഡി കറണ്ട്. നമ്മുടെ ഇൻഡക്ഷൻ കുക്കറൊക്കെ ഇല്ലേ വീട്ടിൽ ഉപയോഗിക്കുന്ന, ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന, അതിലൊക്കെ നമ്മൾ ഈ എഡ്ഡി കറണ്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ എഡ്ഡി കറണ്ട് ഒരു വലിയ പ്രശ്നമുണ്ട്. എഡ്ഡി കറണ്ട് ഭയങ്കര വലിയ രീതിയിൽ ഹീറ്റ് ഉണ്ടാക്കും. അപ്പൊ ആ ഹീറ്റിന്റെ ഫോമിൽ എഡ്ഡി കറണ്ട് ഉണ്ടാവുമ്പോൾ ഹീറ്റിന്റെ ഫോമിൽ എനർജി ലോസ് ആവണല്ലേ. അപ്പൊ ആ എഡ്ഡി കറണ്ട് കാരണം ഉണ്ടാവുന്ന ലോസിനെ നമ്മൾ എന്ത് വിളിക്കുക, എഡ്ഡി കറണ്ട് ലോസ് എന്ന് വിളിക്കുക. അതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എഡ്ഡി കറണ്ട് ഉണ്ടാവാതിരിക്കാൻ നമ്മളുണ്ടല്ലോ അവിടെ ലാമിനേറ്റഡ് കോർ ഉപയോഗിച്ചാൽ മതി. ഇത് സാർ പറഞ്ഞിരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എനർജി ലോസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ എക്സാമിന് ഇതിനു മുമ്പ് ഒരു സബ് ക്വസ്റ്റ്യൻ ആണ് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ലാമിനേറ്റഡ് കോർ ഉപയോഗിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതിന്റെ ആ ഒരു റീസണും കൂടെ അറിഞ്ഞു വെക്കണ്ടേ. ലാമിനേറ്റഡ് കോർ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്, എഡ്ഡി കറണ്ട് ലോസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്. ക്ലിയർ അല്ലേ മക്കളെ? അടുത്ത സാധനമാണ് ഹിസ്റ്ററിസിസ് ലോസ് ആണ്. ഹിസ്റ്ററിസിസ് ലോസ് എന്ന് വെച്ചാലല്ലേ, നമ്മൾ 5th ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് പഠിച്ചിട്ടില്ലേ. കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇങ്ങനെ മാഗ്നറ്റൈസ് ആവണല്ലേ. അപ്പോൾ ട്രാൻസ്ഫോമറിലൂടെ ഇങ്ങനെ കറണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കണല്ലേ. അപ്പൊ എന്ത് പറ്റും എന്ന് വെച്ചാൽ ആ ട്രാൻസ്ഫോമറിന്റെ ഉള്ളിലുള്ള മെറ്റീരിയൽസ് ഉണ്ടല്ലോ മാഗ്നറ്റൈസും ആവുന്നുണ്ട്, ഡീമാഗ്നറ്റൈസും ആവുന്നുണ്ട്. അത് മാഗ്നറ്റൈസും ആവുന്നുണ്ട്, എന്തും ചെയ്യുന്നുണ്ട്, ഡീമാഗ്നറ്റൈസും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മാഗ്നറ്റൈസും ചെയ്യുന്നുണ്ട്, ഡീമാഗ്നറ്റൈസും ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രോസസ്സ് നടക്കുമ്പോൾ എനർജി ലോസ് ആവും. അപ്പൊ എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് ട്രാൻസ്ഫോമറിന്റെ ഉള്ളിൽ ഇങ്ങനെ കറണ്ട് പാസ് ചെയ്ത് ഇങ്ങനെ പോകുന്നതുകൊണ്ട് മാഗ്നറ്റൈസും ആവുന്നുണ്ട്, ഡീമാഗ്നറ്റൈസും ആവുന്നുണ്ട്. ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ എനർജി ലോസ് ആവും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഹിസ്റ്ററിസിസ് ലോസ് എന്ന് വിളിക്കുക. ഇത് അവോയ്ഡ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് സോഫ്റ്റ് അയൺ കോർ ഉപയോഗിച്ചാൽ മതി. ഇത് രണ്ടും ശ്രദ്ധിക്കാതെ നിങ്ങളുടെ പ്രീവിയസ് ഇയറിൽ ഇത് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. എന്തിനാണ് സോഫ്റ്റ് അയൺ കോർ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ല ട്രാൻസ്ഫോമറിൽ സോഫ്റ്റ് അയൺ കോർ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ട്. ഹിസ്റ്ററിസിസ് ലോസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെയും തിരിച്ച് കണക്ട് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പല ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇനി ലാസ്റ്റത്തെ സാധനം മാഗ്നറ്റിക് ഫ്ലക്സ് ലോസ് ആണ്. അതായത് ഉണ്ടല്ലോ നമ്മൾ പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലൊക്കെ ട്രാൻസ്ഫോമറിൽ ഒരുപാട് നമ്പർ ഓഫ് ടേൺസ് ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ നിന്ന് മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെ മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രകാരം അല്ലെ പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് പോകുന്നതല്ലേ. ഈ സമയത്ത് അല്ലെ പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയും തമ്മിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ചിലപ്പോൾ ലോസ് ആവാൻ ചാൻസ് ഉണ്ട്. അത് പ്രൈമറിയിലെ മാഗ്നറ്റിക് ഫ്ലക്സ് ചിലപ്പോൾ സെക്കൻഡറി കിട്ടണം എന്നില്ല, കുറച്ചൊക്കെ വേസ്റ്റ് ആവാം. അങ്ങനെ മാഗ്നറ്റിക് ഫ്ലക്സ് കാരണം എനർജി ലോസ് ഉണ്ടാവാറുണ്ട്. അതായത് പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും മാഗ്നറ്റിക് ഫ്ലക്സ് കാരണം എന്തുണ്ടാവാറുണ്ട്, എനർജി ലോസ് ഉണ്ടാവാറുണ്ട്. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, മാഗ്നറ്റിക് ഫ്ലക്സ് ലോസ് എന്ന് വിളിക്കുക. അങ്ങനെ വലിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞ് ചോദിക്കാറില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മാഗ്നറ്റിക് ഫ്ലക്സ് ലോസ്. ഇത് മാറ്റാനായിട്ട് നമുക്ക് ഒറ്റ മാർഗം, ആ പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും നമ്മൾ എന്ത് ചെയ്യാന്നറിയും, ക്ലോസ്ലി വൈൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്ത് വൈൻഡ് ചെയ്യുക. പ്രൈമറിയും സെക്കൻഡറിയും എന്ത് ചെയ്യുക, ക്ലോസ് അടുപ്പിച്ച് വൈൻഡ് ചെയ്യുക. ക്ലിയർ അല്ലേ മക്കളെ? നിങ്ങൾ പഠിക്കേണ്ട എന്താണെന്നറിയോ, ട്രാൻസ്ഫോമറിലുള്ള 4 എനർജി ലോസും അതെങ്ങനെ സോൾവ് ചെയ്യാമെന്നും പഠിക്കാം. ഏതൊക്കെയാണ്? ജൂൾ ലോസ് ഹീറ്റിന്റെ ഫോമിലാണ്, തിക്ക് വയർ ഉപയോഗിച്ചാൽ മതി. സെക്കൻഡ് വൺ എന്താണ്, എഡ്ഡി കറന്റ് ലോസ് ആണ്. എഡ്ഡി കറന്റ് ഫോമിൽ എഡ്ഡി കറന്റ് എന്താണെന്നും ചോദിക്കൂല, കാരണം നിങ്ങൾക്ക് അതിപ്പോൾ പഠിക്കാനില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ എഡ്ഡി കറന്റ് ലോസ് എന്ന് വെച്ചാൽ എന്താണ്, എഡ്ഡി കറന്റ് ഫോമിൽ ലോസ് ആവുക. അതെങ്ങനെ മാറ്റാം, ലാമിനേറ്റഡ് കോർ ഉപയോഗിച്ചാൽ മതി. മൂന്നാമത്തത് എന്താണ്, ഹിസ്റ്ററിസിസ് ലോസ് ആണ്. എന്താണ് ഹിസ്റ്ററിസിസ് ലോസ് എന്ന് വെച്ചാൽ,
കണ്ടിന്യൂസ് ആയിട്ട് മാഗ്നറ്റൈസേഷനും ഡീമാഗ്നറ്റൈസേഷനും നടക്കുന്നുണ്ട്. അത് കാരണം ഉണ്ടാവുന്ന എനർജി ലോസിനെ നമ്മൾ എന്ത് വിളിക്കുക? ഹിസ്റ്ററിസ് ലോസ് എന്ന് വിളിക്കുക. എങ്ങനെ അത് മാറ്റാം? സോഫ്റ്റ് അയൺ കോർ ഉപയോഗിച്ചാൽ മതി. നാലാമത്തത് എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ലോസ്. പ്രൈമറിലെയും സെക്കൻഡറിലെയും മാഗ്നറ്റിക് ഫ്ലക്സുകൾ തമ്മിലുള്ള വേരിയേഷൻ ഉണ്ടല്ലോ, അത് കാരണം ഉണ്ടാവുന്ന ലോസിനെ നമ്മൾ എന്ത് വിളിക്കുക? മാഗ്നറ്റിക് ഫ്ലക്സ് ലോസ് എന്ന് വിളിക്കുക. എങ്ങനെ മാറ്റാം? പ്രൈമറി സെക്കൻഡറി നമ്മൾ ക്ലോസ്ലി വൈൻഡ് ചെയ്താൽ മതി, അല്ലെ ഓവർലാപ്പ് ചെയ്ത് വൈൻഡ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ 4 എനർജി ലോസും അതെങ്ങനെ മാറ്റാം എന്നാണ് നമ്മളിപ്പോ പറഞ്ഞത് കേട്ടോ. അടുത്തത് നമ്മൾ ഇനി നേരെ കയറുന്നത് നമ്മുടെ ന്യൂമറിക്കൽ സെഷനിലേക്കാണ്. മറക്കരുത്, നമ്മളപ്പോ ഇത്രയും ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് വരുന്ന 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമ്മൾ നേരെ കയറുന്നത് എന്തിലേക്കാണ്? നമ്മുടെ ന്യൂമറിക്കൽ ലെവൽ ക്വസ്റ്റ്യൻസിലേക്കാണ്. ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തൊട്ട് അത്യാവശ്യം നമ്മൾ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് വരെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ദ ഹൗസ് ഹോൾഡ് ലൈൻ, ഇത് നിങ്ങളുടെ പ്രീവിയസ് ഇയറിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദ ഹൗസ് ഹോൾഡ് ലൈൻ വോൾട്ടേജ് ഓഫ് AC മെഷേർഡ് ഈസ് 22 വോൾട്ട്. കാൽക്കുലേറ്റ് ഇറ്റ്സ് പീക്ക് വോൾട്ടേജ്. ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. AC ഇത്ര വോൾട്ടേജ് ആണ്, അല്ലെങ്കിൽ ഒരു കണക്ഷനിലേക്ക് നമ്മൾ ഇത്ര വോൾട്ടേജ് AC കൊടുത്തു, അല്ലെങ്കിൽ AC വോൾട്ടേജ് ഇത്ര സപ്ലൈ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അത് RMS വാല്യൂ ആണ്. കാരണം AC നമ്മൾ റെപ്രസെന്റ് ചെയ്യണം എപ്പോഴും എന്തിലാണ്? RMS വാല്യൂലാണ്. അപ്പൊ അതുകൊണ്ട് മറക്കരുത്, ഡയറക്റ്റ് ഇത്ര വോൾട്ട് AC അല്ലെങ്കിൽ ഇത്ര വോൾട്ട് AC അവിടെ നമ്മൾ സപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? RMS വാല്യൂ ആണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നുണ്ടല്ലോ, VRMSന്റെ വാല്യൂ ആണ് 22 വോൾട്ട്. ക്ലിയർ അല്ലേ മക്കളെ? നമുക്ക് കണ്ടുപിടിക്കേണ്ട പീക്ക് വോൾട്ടേജ് ആണ്. നമുക്കറിയാലോ, VRMS ഈക്വൽ ടു V0/√2 അല്ലേ? പീക്ക് വോൾട്ടേജ് ആണ് V0. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ V0 ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? VRMS ഇൻറ്റു √2 എന്ന് എഴുതാം അല്ലേ? ഇവിടെ എത്രയാണ് VRMS? 22√2. എൻ്റെ ഒപ്പം തന്നെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ V0 ഈക്വൽ ടു 22√2, 22 ഇൻറ്റു 1.414 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുക 31.12 വോൾട്ട് എന്ന് കിട്ടും. ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾ. ഓക്കെ അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ ഒപ്പം തന്നെ ചെയ്ത് നോക്കുക, കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അത് തീർന്നില്ലെങ്കിൽ അത് പോസ് ചെയ്ത് വെച്ച് നിങ്ങൾ ചെയ്ത് നോക്കി കറക്റ്റ് ആൻസർ കിട്ടിയിട്ട് മാത്രം അടുത്തതിലേക്ക് പോകുക കേട്ടോ. ഒരിക്കലും ആൻസർ നോക്കി എഴുതി വെക്കരുത്. കാരണം ഈ AC എന്ന് വരുന്ന ക്വസ്റ്റ്യൻസിലെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പറയാം, മിക്കതിനും റൂട്ടും ഡിവൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ കാൽക്കുലേറ്ററിൽ നമ്മൾ ഇപ്പോഴേ ചെയ്ത് പഠിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബ്രാക്കറ്റ് കറക്റ്റായിട്ട് ഇടാതെയൊക്കെ ആൻസർ തെറ്റിപ്പോവും. അതുകൊണ്ട് ആൻസർ കറക്റ്റായിട്ട് കിട്ടിയിട്ട് മാത്രമേ അടുത്തതിലേക്ക് പോകാൻ പാടുള്ളൂ. എപ്പോഴും അത് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നമ്മൾ ഒരിക്കലും ചെയ്യുന്നത് അതേപോലെ തന്നെ നോക്കി ചെയ്യരുത്. നമുക്ക് ആൻസർ കിട്ടണം, അത്രേ ഉള്ളൂ. എത്ര മനസ്സിലായാലും നമ്മൾ ചെയ്ത ആൻസർ കിട്ടുന്നവരെ ചെയ്യാം. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ നമ്മൾ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് 220 വോൾട്ട് വെച്ച് ചോദിക്കാറുണ്ട്, അങ്ങനെ പല രീതിയിൽ ചോദിക്കാറുണ്ട്. ഒറ്റ കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിക്കുക, ഡയറക്റ്റ് തരുവാണ്. എന്താണ്? ഇത്ര വോൾട്ടേജ് AC കൊടുത്തെന്ന് പറഞ്ഞാൽ അതെന്താണ്? RMS ആണ്. പീക്ക് ആണെങ്കിൽ അത് പ്രത്യേകം എടുത്ത് പറയും, അല്ലെ മാക്സിമം ആണ് ക്വസ്റ്റിൽ തരുന്നെങ്കിൽ പ്രത്യേകം എടുത്ത് പറയും. ബാക്കി എന്ത് വന്നാലും അതെന്താണ്? RMS വാല്യൂ ആണ്. ക്ലിയർ അല്ലേ മക്കളെ? അടുത്ത ക്വസ്റ്റിലേക്ക് നമ്മൾ പോവാണ്. ഇതും നമ്മുടെ പ്രീവിയസ് ഇയറിൽ ഒരു തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണെന്നറിയോ ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്? എ ലൈറ്റ് ബൾബ് ഓഫ് റെസിസ്റ്റൻസ് 484 ഓം. ഒരു ബൾബിന്റെ റെസിസ്റ്റൻസ് 484 ഓം ആണ്. ഈസ് കണക്റ്റഡ് വിത്ത് 220 വോൾട്ട് AC. 220 വോൾട്ട് AC കണക്ട് ചെയ്തു. RMS ആണ്. ഫൈൻഡ് ദ പീക്ക് വാല്യൂ ഓഫ് കറന്റ്. കറന്റിന്റെ പീക്ക് വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രീവിയസ് ഇയറിൽ ഇത് PYQമാണ്, അതേപോലെ NCERTയിലും ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ അല്ലേ മക്കളെ? NCERTയിലെ എക്സാമ്പിൾ ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട്. അപ്പൊ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, റെസിസ്റ്റൻസ് 484 ഓം ആണ്. ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ നമുക്ക്. അതേപോലെ അവിടുത്തെ VRMS 220 വോൾട്ട് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പീക്ക് വാല്യൂ ഓഫ് കറണ്ട് അല്ലേ? I0 അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഒരു പണി ചെയ്യാം, നമുക്ക് VRMSും R ഉണ്ടല്ലോ, നമുക്ക് ഇവിടെ നിന്ന് IRMS കണ്ടുപിടിച്ചൂടെ? കാരണം നമുക്കറിയാലോ VRMS ആണ് തന്നേക്കണെങ്കിൽ നമുക്ക് IRMS എളുപ്പത്തിൽ കണ്ടുപിടിക്കാമല്ലോ. കാരണം എന്താണ്? നമുക്കറിയാം I ഈക്വൽ ടു V/R അല്ലേ മക്കളെ? അപ്പൊ I ഈക്വൽ V/R ആണെങ്കിൽ IRMS കണ്ടുപിടിക്കാൻ VRMS/R ചെയ്താൽ പോരെ? ഡയറക്റ്റ് അത് കണ്ടുപിടിക്കാമല്ലോ. പല രീതിയിൽ ചെയ്യാട്ടാ, നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തോ. അപ്പോൾ IRMS കണ്ടുപിടിക്കാൻ VRMS/R അല്ലേ? ഇവിടെ VRMSന്റെ വാല്യൂ എത്രയാണ്? 220 ബൈ ആറിന്റെ വാല്യൂ ഇവിടെ തന്നിരിക്കുന്നത് 484. സോൾവ് ചെയ്താൽ നമുക്ക് 0.45 ആംപിയർ എന്ന് കിട്ടണം കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുമ്പോൾ. ക്ലിയർ അല്ലേ? ഇപ്പൊ എനിക്ക് എന്താ കിട്ടിയത്? VRMSനെ 6 വെച്ച് ഡിവൈഡ് ചെയ്ത് അല്ലേ? അപ്പൊ IRMS അല്ലേ കിട്ടുള്ളൂ. പക്ഷെ ക്വസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? I0 അല്ലേ?
ഇനി അത് കൺവേർട്ട് ചെയ്താൽ പോരെ. എന്താണ് IRMS ഈക്വൽ ടു I0/√2 അല്ലേ. അപ്പൊ അവിടെ നിന്ന് I0 ഈക്വൽ എന്താണ് IRMS ഇൻറ്റു √2. സോ I0 ഈക്വൽ ടു IRMS എന്ന് വെച്ചാൽ 0.45√2 വരും അല്ലേ. നമ്മൾ സോൾവ് ചെയ്താൽ 0.64 ആംപിയർ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ ശ്രദ്ധിക്കുക. എന്താണ് ഇതേപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാട്ടോ. അതായത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് വന്നിരിക്കുന്ന ആരെയാണ് VRMS അല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ V0 കണ്ടുപിടിച്ചിട്ട് V0/R വെച്ചിട്ട് I0 കണ്ടുപിടിക്കാം. എല്ലാം ഒരേ ആൻസറേ കിട്ടുള്ളൂ. ചെയ്യുന്ന മെത്തേഡിലൂടെ കറക്റ്റ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ മക്കളെ? ഇപ്പൊ ചെയ്തത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന എന്താണ് VRMS ആണ്. കണ്ടുപിടിക്കേണ്ടത് എന്താണ് I0 ആണ്. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്തത് VRMS/R വെച്ച് എന്താ കണ്ടുപിടിച്ചു IRMS കണ്ടുപിടിച്ചു. എന്നിട്ട് എന്താ ചെയ്ത് IRMSനെ √2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്തു I0 കണ്ടുപിടിച്ചു. ക്ലിയർ അല്ലേ മക്കളെ? സോ അടുത്ത ക്വസ്റ്റ്യൻ, ഒരൊറ്റ ക്വസ്റ്റ്യൻ നമ്മൾ മര്യാദക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വരുന്ന എല്ലാ ടോപ്പിക്കും കണക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും നമ്മുടെ പ്രീവിയസ് ഇയറിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണോ. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ, വോൾട്ടേജ് അല്ലെ V ഈക്വൽ ടു സം വാല്യൂ തന്നിട്ടുണ്ട് അല്ലെ. ഒരു സിംഗിൾ വാല്യൂ അല്ലല്ലോ. അപ്പൊ VRMS അല്ല, ഇത് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് എന്നാ വിളിക്കാം. ഓക്കെ അല്ലെ. അപ്പൊ V ഈക്വൽ ടു എന്താ തന്നിരിക്കുന്നത് 20 sin 100t അല്ലെ. V ഈക്വൽ ടു എന്താ തന്നിരിക്കുന്ന 20 sin 100t. ഇനി നമുക്കറിയാം ഇതിന്റെ ജനറൽ ഇക്വേഷൻ ഉണ്ടല്ലേ. V ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് കണ്ടുപിടിക്കാനുള്ള ജനറൽ ഇക്വേഷൻ എന്താ V0 sin ωt. ഇത് വെച്ച് കമ്പയർ ചെയ്താൽ നമുക്ക് ഇവിടുന്ന് കുറച്ച് കാര്യങ്ങൾ കിട്ടും. അതെടുത്തിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. നോക്കിയേ മക്കളെ, V0 വരാൻ 20 അല്ലേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാന്ന് അറിയോ, V0 ഈക്വൽ ടു 20 വോൾട്ട്. ക്ലിയർ അല്ലേ? ഇനി ഒമേഗക്ക് വരെ 100 അല്ലേ. അപ്പൊ ഒമേഗ 100 റേഡിയൻ പെർ സെക്കൻഡ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഭാഗത്ത് നിന്ന് ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് L ഈക്വൽ ടു 100 മില്ലി ഹെൻറി. L അല്ലേ, അത് ഇൻഡക്റ്റൻസിന്റെ വാല്യൂ എത്രയാണ് 100 മില്ലി ഹെൻറി അല്ലെ. അതേപോലെ തന്നെ വേറെ എന്താ പറയുന്നത് C കപ്പാസിറ്റൻസിന്റെ വാല്യൂ 100 മൈക്രോഫാരഡ് ആണ്. ആ ഒരു കാര്യം കൂടിയാണ്, മില്ലി ഹെൻറി അല്ലേ. മില്ലി വന്നാൽ എന്താ ചെയ്യേണ്ടത് 100 × 10⁻³ ഹെൻറി. അതല്ല മൈക്രോ വന്നാൽ 100 × 10⁻⁻6 ഫാരഡ്. കൈയോടെ തന്നെ കൺവേർട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. പിന്നെ എന്താ തന്നിരിക്കുന്നത് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അവിടെ റെസിസ്റ്റൻസ് 50 ഓം, R ഈക്വൽ ടു 50 ഓം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഫസ്റ്റ് എന്താ കണ്ടുപിടിക്കേണ്ടത് ഇംപിഡൻസ്. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇംപിഡൻസ് ആണ്. സോ ഒരു പണി ചെയ്യാം, നമുക്കിതൊന്ന് സൈഡിലേക്ക് മാറ്റി ചെയ്യാം. കുറച്ചധികം ഉണ്ടല്ലോ. ഇതാ ഇവിടെ സൈഡിൽ ചെയ്യാം കേട്ടോ. നോക്കിയോ, ദേ ഇതിൽ നമുക്ക് ആദ്യം ഇംപിഡൻസ് അല്ലേ മക്കളെ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഇംപിഡൻസിന്റെ ഇക്വേഷൻ എഴുതാം. എന്താ ഇംപിഡൻസിന്റെ ഇക്വേഷൻ? Z ഈക്വൽ ടു √R² പ്ലസ് L ഒമേഗ മൈനസ് 1/C ഒമേഗ ദ ഹോൾ സ്ക്വയർ. ഇതല്ല ഇംപിഡൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നമുക്ക് R തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനില്. L ഒമേഗയും 1/C ഒമേഗ ദ ഹോൾ സ്ക്വയർ ഒക്കെ വേണ്ടേ? നമുക്ക് ഒരു പണി ചെയ്യാം, ആദ്യം L ഒമേഗ കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിച്ചു പോവാം. അല്ലെങ്കിൽ അതിന്റെ ആ ഒറ്റ റൂട്ടിന്റെ ഉള്ളിൽ വലിയ കോംപ്ലിക്കേറ്റഡ് ഇക്വേഷൻ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പൊ L ഒമേഗയുടെ വാല്യൂ അല്ലെ, എല്ലിന്റെ വാല്യൂ എത്രയാ? അവിടെ ഉണ്ട് 100 × 10⁻³ അല്ലെ, ഇൻറ്റു ഒമേഗയുടെ വാല്യൂ ഇത് അവിടെ 100 ആണ്. ഓക്കെ അല്ലെ. അപ്പൊ നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് 10 ഓം എന്ന് കിട്ടും അല്ലെ. അപ്പോ കാരണം 100 2 0 ഇവിടെ 2 0 അപ്പൊ 10⁻⁴ അല്ലേ. ഒരു സ്ഥലത്ത് 10⁻³ ഇല്ലേ. അപ്പൊ 4 - 3 1 10⁻1 എന്ന് വെച്ചാൽ 10 അല്ലേ മക്കളെ. അടുത്തത് XC കണ്ടുപിടിക്കാലോ. 1/C ഒമേഗ അല്ലേ. സോ 1/C യുടെ വാല്യൂ എത്രയാ 100 × 10⁻⁻6 ഇൻറ്റു ഒമേഗയുടെ വാല്യൂ 100 അല്ലേ. അപ്പൊ നമുക്ക് എന്താ കിട്ടുക ആൻസർ? ഇവിടെ വീണ്ടും അതേപോലെ തന്നെ 100 × 100 എന്ന് പറയുമ്പോൾ 10⁻⁴ അല്ലേ. അപ്പോൾ 1/10⁻⁴ 10⁻⁻6.
അപ്പോൾ 4 - 6 എന്ന് വെച്ചാൽ -2 അല്ലേ മക്കളെ? അപ്പോൾ 1/10⁻². 10⁻² മേളിലേക്ക് പോയാൽ 10⁻². അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 100 ഓം കിട്ടി അല്ലെ? ഈ എൽ ഒമേഗയും 1/c ഒമേഗയും ആദ്യം കണ്ടുപിടിച്ചാൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എൽ ഒമേഗയും കിട്ടി, 1/c ഒമേഗയും കിട്ടിയില്ലേ? നമുക്കിത് സോൾവ് ചെയ്യാലോ. ഇതാ z = എന്താണ്? √r² പ്ലസ് L omega minus 1/c omega the whole square അല്ലേ? നമ്മളിവിടെ കണ്ടുപിടിച്ച ഓരോ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. z = √6 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. ഇതാ 50 ഓം. അപ്പോൾ 50² പ്ലസ് അല്ലേ L omega ഇതാ 10 ആണ്. കണ്ടോ? അപ്പൊ 10 - 1/c omega എന്ന് പറയുമ്പോൾ 100 ആണ്. the whole square. z = 50യുടെ സ്ക്വയർ, 5ന്റെ സ്ക്വയർ 25 അല്ലേ? 25 00 10 - 100 -90 ആണ്. -90². z = 2500 പ്ലസ് -90യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9ന്റെ സ്ക്വയർ 81 അല്ലേ? അപ്പോൾ 2 0 മൈനസിന്റെ സ്ക്വയർ പോസിറ്റീവ് അല്ലേ? ഇങ്ങനെ കിട്ടും അല്ലേ? z = നമ്മൾ ഇതിനെ സോൾവ് ചെയ്താൽ √10600 എന്ന് കിട്ടും. കാരണം 8100യും അപ്പോൾ 10 അപ്പം എന്തൊരു 10,600 വരും. അതിൻ്റെ റൂട്ട് നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റൂട്ട് 10600യുടെ റൂട്ട് നമുക്ക് 102.9 ഓം എന്ന് കിട്ടും. ഇതാണ് ഇമ്പിഡൻസ്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ എപ്പോഴും ബെറ്റർ ഓപ്ഷൻ ഇതാണ്. എൽ ഒമേഗയും 1/c ഒമേഗയും കണ്ടുപിടിച്ചിട്ട് കൊണ്ടുവന്ന് ഇട്ടാൽ മതി. നിങ്ങൾ കാൽക്കുലേറ്ററിൽ എല്ലാം കൂടി ചെയ്യുമ്പോൾ വളരെ കൺഫ്യൂഷൻ ആക്കും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയായിരുന്നു അല്ലേ? വിയുടെ വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ എ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ചെയ്തത്. എന്തായിരുന്നു? സെഡിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഓക്കെ അല്ലേ? നിങ്ങളിത് ചെയ്തെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ബി ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ഇതിന് ബി ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അപ്പോ ഇതാ ഇവിടെ ബി ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണെന്ന് അറിയോ? പീക്ക് വാല്യൂ ഓഫ് കറണ്ട് ആണ് അല്ലെ? പീക്ക് വാല്യൂ ഓഫ് കറണ്ട് നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട് അവര്? ഇതാ പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് തന്നിട്ടില്ലേ? V0 തന്നിട്ടില്ല മക്കളെ. സിമ്പിൾ ആയിട്ട് ചെയ്താൽ പോരെ. ഇതാ ഇങ്ങനെ ചെയ്യാലോ. ബി ക്വസ്റ്റ്യൻ ഇതാ കണ്ടുപിടിക്കേണ്ട പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് എത്രയാ? 20 വോൾട്ട് ആണ് അല്ലേ? ഇനി നമുക്കറിയാം ഇതൊരു LCR സർക്യൂട്ട് അല്ലേ? LCR സർക്യൂട്ടിന്റെ ഇമ്പിഡൻസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചോളൂ. 102.9 ഓം അല്ലേ? നമുക്കറിയാം വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് കറണ്ട് അല്ലേ? I = V/R അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എനിക്ക് V ഉള്ളത് V0 അല്ലേ? R ഒരു Z അല്ലേ ഉള്ളത്? V0/Z മാക്സിമം വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ചെയ്താൽ I0 കിട്ടൂലേ? ഇതല്ലേ ക്വസ്റ്റ്യൻ. അപ്പൊ I0 കണ്ടുപിടിക്കാൻ V0/Z ചെയ്താൽ മതി. സോ V0യുടെ വാല്യൂ എത്രയാ? 20 ആണല്ലേ? അതേപോലെ തന്നെ എന്താണ് നമ്മുടെ സെഡിന്റെ വാല്യൂ എത്രയാണ്? 102.9. ഇവരെ തമ്മിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ ആൻസർ 0.19 ആംപിയർ എന്ന് കിട്ടും. ക്ലിയർ അല്ലേ മക്കളെ? ഇതാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ? I0 കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് അല്ലെ? ഒരു മെത്തേഡും കാണാതെ ഒന്നും പഠിക്കേണ്ട, നമ്മളൊന്ന് ആലോചിച്ചാൽ കിട്ടാവുന്ന കാര്യമുള്ളൂ. കാരണം ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? മാക്സിമം പീക്ക് വാല്യൂ ഓഫ് കറണ്ട് അല്ലേ? നമ്മൾ നോക്കുക, പീക്ക് വാല്യൂ ഓഫ് കറണ്ട് പല രീതിയിൽ കണ്ടുപിടിക്കാം. എന്താണ്? VRMS ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? VRMS ബൈ റെസിസ്റ്റൻസ് ചെയ്താൽ IRMS കിട്ടും. IRMSന്റെ റൂട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ V0 ബൈ റെസിസ്റ്റൻസ് ചെയ്താൽ ഡയറക്റ്റ് ആയിട്ട് I0 കിട്ടും. നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് കേട്ടോ. നിങ്ങൾ എങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ഈ മെത്തേഡ് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഇനി നമ്മൾ അതിൻ്റെ സി ക്വസ്റ്റിലേക്ക് പോവാണ്. സത്യം പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. സി ക്വസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? റെസൊണന്റ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറയണം. എന്ത് ഫ്രീക്വൻസിയാണ്? റെസൊണന്റ് ഫ്രീക്വൻസി. എന്താ മക്കളെ ഈ റെസൊണന്റ് ഫ്രീക്വൻസി? അതും കൂടി ഒന്ന് ഇവിടെ നോട്ട് ചെയ്തു പോവാം. എന്താണ് ഈ റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ? നമുക്കറിയാം എന്താണ് റെസൊണൻസ്. L ഒമേഗയും 1/c ഒമേഗ ഈക്വൽ ആവുന്ന കണ്ടീഷനിൽ നമ്മൾ റെസൊണൻസ് വിളിക്കുക. ആ സമയത്തുള്ള ഫ്രീക്വൻസിനെ നമ്മൾ എന്ത് വിളിക്കുക? റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് വിളിക്കുക. റെസൊണന്റ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/2π √L × C. ഓക്കെ അല്ലേ? ഇത് വെച്ച് പ്രോബ്ലം ചോദിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് കാണിച്ചു തന്നത്.
റെസൊണന്റ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 1/2π × √L × C. സോ ഇത് വെച്ചാണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നമ്മൾ കണ്ടുപിടിക്കേണ്ട റെസൊണന്റ് ഫ്രീക്വൻസി ആണ് അല്ലേ? അപ്പൊ റെസൊണന്റ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ നമുക്കറിയാം, അവിടെ ഇക്വേഷൻ എഴുതാം. F = 1/2π × √L × C അല്ലേ? L ഉം C ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചല്ലേ? അപ്പൊ അവിടെ പോയി ചെയ്താൽ പോരെ? വാ, നമുക്ക് ചെയ്തതിന്റെ ബാക്കി സ്ഥലത്തേക്ക് പോവാം. C ക്വസ്റ്റ്യൻ, റെസൊണന്റ് ഫ്രീക്വൻസി 1/2π × √L × C അല്ലേ? നമുക്കറിയാം F = 1/2 × 3.14 പൈൻ്റെ വാല്യൂ, ബാക്കി എന്താ പറയുക √L എത്രയായിരുന്നു മക്കളെ? ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. എല്ലിന്റെ വാല്യൂ 10 ഓം ആണ് അല്ലേ? അതേപോലെ എന്താണ് XL ആണ് അല്ലേ 10 ഓം. അപ്പൊ എല്ലിന്റെ വാല്യൂ 100 × 10⁻³ അല്ലേ? അതുപോലെ സിയുടെ വാല്യൂ 100 × 10⁻6 ആയിരുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം. എല്ലിന്റെ വാല്യൂ 100 × എന്താ വരിക 10⁻³ സിന്റെ വാല്യൂ 100 × 10⁻6. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇതിനെ സോൾവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ 1/2 × 3.14 അല്ലേ? 6.28 √100 × 10⁻³ 100 എന്നാൽ 10⁻². അപ്പൊ 10⁻²ഉം അതേപോലെ തന്നെ 10⁻³ അല്ലേ വരാം. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം? 2. അപ്പൊ 10⁻⁻1 ഇപ്പുറത്ത് 100 × 10⁻6 അല്ല. അപ്പൊ 10⁻²ഉം -6ഉം 10⁻⁻4 വരും അല്ലേ? കറക്റ്റ് അല്ലേ? 100 നമ്മൾ 10⁻² എന്ന് എഴുതി, അതുപോലെ 10⁻⁻3. അപ്പോ 2 - 3 എന്ന് പറയുമ്പോൾ -1. കറക്റ്റ് ആണ്. അടുത്തത് 100 10⁻², പിന്നെ 10⁻⁻6 അല്ലേ? അപ്പൊ 2 - 6 -4. ഓക്കെ അല്ലേ? അപ്പൊ ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ -1ഉം -4ഉം വരുമ്പോൾ F = 1/6.28 10⁻⁻1ഉം -4 എന്ന് പറയുമ്പോൾ എന്താ പറയുക -5 വരും. നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് F = 50.3 ഹെർട്സ് എന്ന ആൻസർ കിട്ടും. സോൾവ് ചെയ്ത് നോക്കിയാൽ മതി, കിട്ടും. അത് 1/ കറക്റ്റായിട്ട് ബ്രാക്കറ്റ് ഒക്കെ കൊടുക്കാം കേട്ടോ. കാൽക്കുലേറ്ററാണ് ചെയ്യണമെങ്കിൽ 6.28 √10⁻⁻5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക 50.3 എന്ന് കിട്ടും ആൻസർ. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ എന്താ കണ്ടുപിടിച്ചത്? റെസൊണന്റ് ഫ്രീക്വൻസി. റെസൊണൻസിലാവുമ്പോൾ ഇരിക്കുന്ന ഫ്രീക്വൻസിനെ നമ്മൾ എന്ത് വിളിക്കുക? റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് വിളിക്കുക. ഇനി അതിന്റെ ഇക്വേഷൻ F = 1/2π × √L × C. ക്ലിയർ ആണ്? ചെയ്ത ആൻസർ കിട്ടിയിട്ടുണ്ടാവണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചേക്കാട്ടാ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരുമിച്ച് ഇത്രയും വലിയ ക്വസ്റ്റ്യൻ വരണമെങ്കിൽ അത് 5 മാർക്കിനൊക്കെ വരുള്ളൂ. 5 മാർക്കിനൊന്നും ഇങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാറില്ല. പക്ഷേ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതിന്റെ A പാർട്ടോ B പാർട്ടോ C പാർട്ടോ സെപ്പറേറ്റ് എക്സാമിന് ചോദിക്കാം. അതായത് ഇമ്പിഡൻസ് മാത്രം കണ്ടുപിടിക്കാനോ, അല്ലെങ്കിൽ ആ കറണ്ട് മാത്രം കണ്ടുപിടിക്കാനോ, അല്ലെങ്കിൽ ഇതുപോലെ റെസൊണന്റ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ മാത്രം ചോദിക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കുക. നമുക്ക് തന്നിരിക്കുന്നത് ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് ആണ്. 20 sin 100t എന്നാണ്. എല്ലും സിയും ആറും തന്നിട്ടുണ്ട്. ഇമ്പിഡൻസ് അല്ല കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആലോചിക്കുക, ഇമ്പിഡൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? Z = √R² + Lω - 1/Cω². ഒമേഗ ഉണ്ട് അല്ലേ? അപ്പൊ Lω-യും 1/Cω കണ്ടുപിടിച്ചിട്ട് നമ്മൾ Z കണ്ടുപിടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ പീക്ക് വാല്യൂ ഓഫ് കറണ്ട് അല്ലേ? നമുക്കറിയാം, നമുക്ക് ഓൾറെഡി നമ്മുടെ ഇക്വേഷനുള്ളിൽ V0 ഉണ്ട് അല്ലേ? ഇക്വേഷനുള്ളിൽ V0 ഉണ്ട്. അപ്പൊ V0 അവിടുത്തെ റെസിസ്റ്റൻസ് ചെയ്താൽ I0 കിട്ടൂലേ അല്ലെ? V0 അവിടുത്തെ റെസിസ്റ്റൻസ്. ഇത് LCR സർക്യൂട്ട് അല്ലേ? LCR സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് ആണ് ഇമ്പിഡൻസ്. അപ്പൊ V0 ഇമ്പിഡൻസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? I0 കിട്ടി. ഇനി എന്താണ് റെസൊണന്റ് ഫ്രീക്വൻസി? എന്താണ്? F = 1/2π × √L × C ചെയ്തപ്പോൾ അതിന്റെ ആൻസറും കിട്ടി. ക്ലിയർ അല്ലേ മക്കളെ? അങ്ങനെ ഓരോന്നും കറക്റ്റ് സൂക്ഷിച്ച് ചെയ്യുക. കാരണം ഇവിടെ നിന്ന് അങ്ങനെ തെറ്റാൻ ചാൻസ് നമ്മുടെ കാൽക്കുലേഷൻ മിസ്റ്റേക്കിലാണ്. നമ്മുടെ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഇല്ലാതെ മാക്സിമം ചെയ്യാൻ നോക്കുക കേട്ടോ. നമ്മൾ ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ. ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? 110 വോൾട്ട് വേരിയബിൾ ഫ്രീക്വൻസി AC സോഴ്സ് ഈസ് അപ്ലൈഡ് ടു എ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിലേക്ക് 110 വോൾട്ട് വേരിയബിൾ ഫ്രീക്വൻസി കൊടുത്തു, AC കൊടുത്തു. അറ്റ് എ പെർട്ടിക്കുലർ ഫ്രീക്വൻസി, ഏതോ ഒരു ഫ്രീക്വൻസി എത്തിയപ്പോൾ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ ആൻഡ് ഇൻഡക്ടർ ആർ ഫൗണ്ട് ടു ബി ഈക്വൽ. ഏതോ ഒരു ഫ്രീക്വൻസി എത്തിയപ്പോൾ കപ്പാസിറ്ററിന്റെ വോൾട്ടേജും ഇൻഡക്ടറിന്റെ വോൾട്ടേജും സെയിം ആയി. കപ്പാസിറ്ററിന്റെ വോൾട്ടേജും ഇൻഡക്ടറിന്റെ വോൾട്ടേജും സെയിം ആയാൽ
അവിടുത്തെ റെസിസ്റ്റൻസും സെയിം ആയിരിക്കും അല്ലേ? അതായത് അത് റെസനൻസിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്. അതായത് റെസനൻസിലാണെന്ന് പറയാതെ ഒരു ക്ലൂ ഇട്ട് അവർ പറഞ്ഞു തന്നു അല്ലെ? അപ്പൊ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുക റെസിസ്റ്റർ ഈക്വൽ ആണെന്നോ ഞാൻ പറഞ്ഞു പല പല രീതിയിൽ പറയും. ഒന്നുകിൽ റെസനൻസിന്റെ ഡയറക്റ്റ് പറയും, അല്ലെങ്കിൽ കപ്പാസിറ്ററിന്റെ വോൾട്ടേജും ഇൻഡക്ടറിന്റെ വോൾട്ടേജും സെയിം ആണെന്ന് പറയും, അല്ലെ കപ്പാസിറ്ററിന്റെ റെസിസ്റ്റൻസും ഇൻഡക്ടറിന്റെ റെസിസ്റ്റൻസും സെയിം ആണെന്ന് പറയും, അല്ലെങ്കിൽ കറണ്ട് മാക്സിമം എന്ന് പറയും. കറണ്ട് മാക്സിമം തന്നെ എപ്പോഴാണ്? അതും എന്താണ്? റെസനൻസിലാണ്. സോ റെസനൻസ് ആണെന്നുള്ള ക്ലൂ നമുക്ക് കിട്ടി. ദാ എൽ ഉണ്ട്, സി ഉണ്ട്, ആർ ഉണ്ട്. അപ്പൊ എല്ലാത്തിന്റെയും വാല്യൂ അവർ നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് വൺ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ദ സർക്യൂട്ട് ഷോൺ അല്ലെ? മേലെ റെസനൻസ് സർക്യൂട്ട് അല്ലേ? ഇതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ ചോദിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പ്രത്യേകം എടുത്ത് പറഞ്ഞതാണ്. എന്താണ്? റേഡിയോ സർക്യൂട്ട് അല്ലെങ്കിൽ ട്യൂണർ സർക്യൂട്ടുകളാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഈ റെസനൻസ് എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ ഉപയോഗിക്കുക. അടുത്തത് ഫൈൻഡ് ദ കറണ്ട് ത്രൂ ദ സർക്യൂട്ട്. ഇവിടുത്തെ കറണ്ട് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ? നമുക്കറിയാം നമുക്കിവിടെ എന്തൊക്കെ അവർ തന്നിട്ടുണ്ട്. ഇതാ അത് നമുക്ക് എടുത്തെഴുതാം അല്ലെ? 110 വോൾട്ട് എ സി കൊടുത്തു. എ സിയുടെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അത് VRMS ആണ്. സോ VRMSന്റെ വാല്യൂ 110 വോൾട്ട്. ക്ലിയർ അല്ലേ മക്കളെ? പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് എല്ലിന്റെ വാല്യൂ 0.38 ഹെൻറി, കപ്പാസിറ്റൻസിന്റെ വാല്യൂ 27 മൈക്രോ ഫാരഡ് ആയതുകൊണ്ട് 10⁻⁻6 ഫാരഡ് നമ്മൾ കൊടുത്തു. ആറിന്റെ വാല്യൂ 48 ഓം. ക്ലിയർ? ഇനി VRMS തന്നിട്ടുണ്ടല്ലോ, കറണ്ട് അല്ലാണ്ട് പിടിക്കേണ്ടത് IRMS അല്ലേ? സോ നമ്മളിവിടെ മാക്സിമം കറണ്ട് എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ലെ? നമുക്ക് വോൾട്ടേജ് RMSലല്ല തന്നിരിക്കുന്നത്. കറണ്ട് വെറുതെ ചോദിച്ചാൽ IRMS കണ്ടുപിടിച്ചാൽ മതി. സോ എന്താണ് IRMS കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത്? VRMS ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് അല്ലേ ചെയ്യേണ്ടത്? അപ്പൊ നിങ്ങളുടെ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്, എനിക്കറിയാം. സാർ ഇത് LCR സർക്യൂട്ട് അല്ലേ? അപ്പൊ LCR സർക്യൂട്ട് ആവുമ്പോൾ നേരത്തെ എന്താണ് Z അല്ലേ ഡിവൈഡ് ചെയ്തത് അല്ലെ? LCR സർക്യൂട്ടിൽ Z വെച്ചല്ലേ നിങ്ങൾ നേരത്തെ ഡിവൈഡ് ചെയ്തത്. കാരണം കറണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ Z വെച്ച് ഡിവൈഡ് ചെയ്തു. ഇവിടെ മാത്രം എന്താണ് R വെച്ച് ഡിവൈഡ് ചെയ്തത്? പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, സർക്യൂട്ട് റെസനൻസിലാണ്. ഓക്കെ അല്ലെ? നേരത്തെ റെസനൻസിലായിരുന്നില്ല. ഓക്കെ അല്ലെ? അത് വേണമെങ്കിൽ നോക്കിക്കോ നിങ്ങൾ. ഇവിടെ നമ്മള് ഇംപിഡൻസ് കണ്ടുപിടിച്ചു. എന്നിട്ടാണ് നമ്മളോട് എന്ത് ചോദിച്ചത്? കറണ്ട് ചോദിച്ചത്. സോ നമുക്കറിയാം മാക്സിമം കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് മാക്സിമം വോൾട്ടേജ് ബൈ അവിടുത്തെ റെസിസ്റ്റൻസ് ചെയ്താൽ മതി. ഓൾറെഡി അതെന്തായാലും LCR ആയതുകൊണ്ട് ഞാൻ ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് അവർ വെറുതെ പറഞ്ഞൊക്കെയാണ് നമ്മളോട് എന്ത്? റെസനൻസ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ. അല്ലാണ്ട് സർക്യൂട്ട് അതിന് മുമ്പ് റെസനൻസിലാന്ന് എവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ അല്ലേ? നമ്മൾ ജസ്റ്റ് വെറുതെ കണ്ടുപിടിക്കാനാ പറഞ്ഞിരുന്നത്. ഇവിടെ തുടക്കത്തിലേ നമ്മളോട് പറയുന്നുണ്ട്, ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? സർക്യൂട്ട് റെസനൻസിലാണ്. സോ റെസനൻസിലാണ് നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? ഇംപിഡൻസ്. നമുക്ക് ഇംപിഡൻസ് തന്നെ എഴുതാം. എന്താ വരാ? IRMS ഈക്വൽ ടു VRMS ബൈ ഇംപിഡൻസ് അല്ലേ? റെസനൻസിലാണെങ്കിൽ Z-ഉം R-ഉം ഈക്വൽ ആണല്ലോ. അപ്പൊ എനിക്ക് എന്തെന്ന് എഴുതിയാൽ മതി? IRMS ഈക്വൽ ടു VRMS ബൈ R എന്ന് തന്നെ എഴുതിയാൽ പോരെ? ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ എന്താ വരാ? ദാ IRMS ഈക്വൽ ടു അല്ലെ? എത്രയാണ് VRMS? 110 അല്ലേ? സോ 110 ബൈ റെസിസ്റ്റൻസ് ഇവിടെ 48 ആണ്. ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2.29 ആംബിയർ എന്ന് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ മക്കളെ? ഡയറക്റ്റ് സിംപ്ലോസ്റ്റ് ആയിരുന്നു. അപ്പൊ നമ്മള് A ക്വസ്റ്റ്യൻ കഴിഞ്ഞു, B ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അതിന്റെ C ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ അപ്ലൈഡ് AC സോഴ്സ് അല്ലെ? ഓൾറെഡി റെസനൻസിലല്ലേ? ഫ്രീക്വൻസി ചോദിച്ചാൽ ഉറപ്പായിട്ടും അത് റെസനൻസ് ഫ്രീക്വൻസി അല്ലേ? സോ F is equal to എന്താണ്? 1/2π into root of L into C. ഇതാണല്ലോ ഇക്വേഷൻ. എല്ലും സിയും എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാലോ. F is equal to 1/2π root of L എത്രയാ മക്കളെ? 0.38 അല്ലെ? അപ്പോ Lന് പകരം 0.38 ഇൻറ്റു അല്ലെ? സി എത്രയാ? 27 ഇൻറ്റു 10⁻⁻6 അല്ലേ? സോ സിക്ക് പകരം 27 ഇൻറ്റു 10⁻⁻6. ക്ലിയർ? സോ നമ്മൾ ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, കാൽക്കുലേറ്റർ ഒറ്റയടിക്ക് വേണമെങ്കിൽ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഓരോന്ന് കണ്ടുപിടിച്ച് ചെയ്യാം. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻസിയുടെ വാല്യൂ 49.69 ഹേർട്സ് എന്ന് കിട്ടും. അല്ലെ അപ്രോക്സിമേറ്റ്ലി 50 അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ അല്ലേ? കാൽക്കുലേറ്ററിലാണ് ചെയ്യുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. 1 ബൈ ബ്രാക്കറ്റ് ഇടുക, എന്നിട്ട് 2 ഇൻറ്റു എന്ത് ചെയ്യുക? പൈ ചെയ്യുക,
പിന്നെ റൂട്ട് ഇട്ട് കഴിഞ്ഞാൽ റൂട്ടിനുള്ളിൽ വീണ്ടും ബ്രാക്കറ്റ് ഇടുക, എന്നാലും എല്ലാവരും റൂട്ടിൻ്റെ ഉള്ളിലാണെന്ന് മനസ്സിലാവുള്ളൂ. എന്നിട്ട് ആ ബ്രാക്കറ്റ് അവസാനം കറക്റ്റായിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക ആൻസർ? 49.69 ഹെർട്സ് എന്ന് കിട്ടും. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് 110 വോൾട്ട് AC തന്നിട്ടുണ്ട്, L തന്നിട്ടുണ്ട്, C തന്നിട്ടുണ്ട്, R തന്നിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ്. റെസനൻസ് ആണെന്നുള്ള ക്ലൂ തന്നിട്ടുണ്ട്. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്താണ്? റേഡിയോ ട്യൂണർ സർക്യൂട്ട്. പിന്നെ കറണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു, അപ്പോൾ IRMS കണ്ടുപിടിച്ചു. ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറഞ്ഞു, റെസനന്റ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചു. ഇനി ഉള്ള ക്വസ്റ്റ്യൻ ഡി ക്വസ്റ്റ്യൻ നല്ലോണം ഒന്ന് വായിച്ചു നോക്കുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ദാ, ഹൗ ഡസ് ദ സർക്യൂട്ട് കറണ്ട് ചേഞ്ച്? സർക്യൂട്ട് കറണ്ടിന് എങ്ങനെയാണ് മാറ്റം വരിക? എപ്പോഴാണ്? ഇഫ് ദ പ്ലേറ്റ്സ് ഓൺ ദ കപ്പാസിറ്റർ ആർ ബ്രോട്ട് ക്ലോസർ മൂവ്ഡ് അവേ. അതായത് ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് വായിച്ചേ, ഞാൻ അത് കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. ഹൗ ഡസ് ദ സർക്യൂട്ട് കറണ്ട് ചേഞ്ച് ഇഫ് ദ പ്ലേറ്റ്സ് ഓൺ ദ കപ്പാസിറ്റർ ആർ ബ്രോട്ട് ക്ലോസർ മൂവ്ഡ് അവേ? നോക്കിക്കോളൂ. ദാ നമ്മുടെ കപ്പാസിറ്റർ ഉണ്ടല്ലോ അല്ലെ, സെക്കൻഡ് ചാപ്റ്റർ കൂടെ ഒന്ന് ഓർമ്മ വേണം കേട്ടോ. കപ്പാസിറ്ററിന്റെ പ്ലേറ്റുള്ള നമ്മുടെ ഡിസ്റ്റൻസ് അല്ലേ D. നമ്മുടെ സർക്യൂട്ടിന്റെ ഉള്ളിലുണ്ടല്ലോ ഈ കപ്പാസിറ്റർ, നമ്മളൊന്ന് കപ്പാസിറ്ററിന്റെ പ്ലേറ്റിന്റെ ഗ്യാപ്പ് ഒന്ന് ചെറുതാക്കി, D കുറച്ചു. അതേപോലെ തന്നെ കപ്പാസിറ്ററിന്റെ പ്ലേറ്റിന്റെ ഗ്യാപ്പ് കൂട്ടി, D കൂട്ടി, എങ്കിൽ അവിടുത്തെ കറണ്ടിന് എന്ത് പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ മക്കളെ? ഇത് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറില്ല, പക്ഷെ ഈ സെയിം ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ട് മാത്രം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലെ? ഒരു AC സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, അല്ലാതെ AC KC തന്നെ നമുക്ക് എന്താ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സംഭവം എളുപ്പമാണ്. ഇതാ നോക്കിക്കോ, നമുക്കറിയാം കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ അല്ലേ നമ്മളിവിടെ കപ്പാസിറ്ററിൽ ഉപയോഗിക്കുന്നത്. കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? A∈0/D. എല്ലാവർക്കും ഓർമ്മയുള്ളതാണല്ലേ. ഇവിടെ നമുക്കറിയാം സിയും ഡിയും എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. സോ നമുക്ക് എന്തറിയാം? ദാ D കൂടിയാൽ C കുറയും, D കൂടിയാൽ C കുറയും. ക്ലിയർ അല്ലേ? ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? D കൂടിയാൽ C കുറയും. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, എന്താണ് XC കപ്പാസിറ്റി റിയാക്ടൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? 1/C ഒമേഗ അല്ലേ. സോ ശ്രദ്ധിക്കുക, ദാ D കൂടി, ഡിസ്റ്റൻസ് കൂടി. അപ്പൊ എന്താ പറ്റുക? ഇക്വേഷൻ പ്രകാരം, ദാ ഈ ഇക്വേഷൻ പ്രകാരം D കൂടിയാൽ കപ്പാസിറ്റൻസ് കുറയില്ലേ? ഇനി ദാ XC = 1/C ഒമേഗ ഇല്ലേ മക്കളെ, അതില് കപ്പാസിറ്റൻസ് കുറഞ്ഞാൽ XC കൂടൂലേ? കാരണം ഒരു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ അല്ലേ, ഒരാൾ താഴെ ഒരാൾ മേളിലും അല്ലേ. സോ XC കൂടും അല്ലേ. അപ്പൊ കപ്പാസിറ്റി റിയാക്ടൻസ് കൂടും. എന്താണ് ഈ കപ്പാസിറ്റി റിയാക്ടൻസ് എന്ന് വെച്ചാൽ? അവിടുത്തെ റെസിസ്റ്റൻസ് അല്ലേ. സോ റെസിസ്റ്റൻസ് കൂടി. ക്ലിയർ അല്ലേ മക്കളെ? റെസിസ്റ്റൻസ് കൂടിയാൽ കറണ്ട് കുറയും. ക്ലിയർ? ഒന്നുകൂടി പറഞ്ഞുതരാം. ദാ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? ഒരു LCR സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റർ മാത്രമുള്ള സർക്യൂട്ട്, ഇൻഡക്ടർ മാത്രമുള്ള സർക്യൂട്ട്, എന്തോ ആയിക്കോട്ടെ, അതിൽ നമ്മൾ കപ്പാസിറ്റർ ഉള്ള സർക്യൂട്ട് എടുത്തു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്താന്ന് വെച്ചാൽ ഈ കപ്പാസിറ്ററിന്റെ ഡിസ്റ്റൻസ് കൂട്ടി. രണ്ട് പ്ലേറ്റുള്ള നമ്മളെ ഡിസ്റ്റൻസ് അല്ലേ, D, ഡിസ്റ്റൻസ് കൂട്ടി. എന്താ പറ്റുക എന്നാണ് നമുക്കറിയാം. സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച പ്രകാരം ഡിസ്റ്റൻസ് കൂട്ടിയാൽ കപ്പാസിറ്റൻസ് കുറയും. ഇനി C അല്ല, XC = 1/C ഒമേഗ പ്രകാരം നോക്കിയേ, C കുറഞ്ഞാൽ XCയുടെ വാല്യൂ കൂടും, കപ്പാസിറ്റി റിയാക്ടൻസ് കൂടും. ഈ കപ്പാസിറ്റി റിയാക്ടൻസ് വെച്ചാൽ അവിടെ റെസിസ്റ്റൻസ് അല്ലേ, റെസിസ്റ്റൻസ് കൂടിയാൽ കറണ്ട് കുറയും. ക്ലിയർ അല്ലേ മക്കളെ? റെസിസ്റ്റൻസ് കൂടിയാൽ കറണ്ട് കുറയും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഡിസ്റ്റൻസ് കുറച്ചാൽ എന്താ പറ്റുക? A∈0/D. D കുറഞ്ഞാൽ C കൂടും. C കൂടിയാൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് L ഒമേഗ അല്ലേ. അപ്പൊ എന്താ പറ്റുക? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് അല്ലല്ലോ, കപ്പാസിറ്റി റിയാക്ടൻസ് തന്നെ അല്ലേ. XC = 1/C ഒമേഗ അല്ലേ. അപ്പോ C കൂടിയാൽ XC കുറയൂലേ. അപ്പൊ ഇവിടെ C കൂടിയാൽ XC കുറയും. XC എന്ന് വെച്ചാൽ കപ്പാസിറ്റി റിയാക്ടൻസ് കുറഞ്ഞു, അല്ല അവിടുത്തെ റെസിസ്റ്റൻസ് കുറഞ്ഞു, കറണ്ട് കൂടി. ഓക്കെ അല്ലേ മക്കളെ? ഈ കണക്ഷൻ മറക്കരുത് കേട്ടോ. അപ്പൊ എന്താ സംഭവിച്ചത്? ഡിസ്റ്റൻസ് കൂടിയപ്പോൾ കപ്പാസിറ്റൻസ് കുറഞ്ഞു,
കപ്പാസിറ്റൻസ് കുറഞ്ഞപ്പോൾ കപ്പാസിറ്റി റിയാക്ടൻസ് കൂടി, കറണ്ട് കുറഞ്ഞു. അപ്പൊ ഡിസ്റ്റൻസ് കൂടിയപ്പോൾ കറണ്ട് കുറഞ്ഞു. അടുത്തത് ഡിസ്റ്റൻസ് കുറഞ്ഞപ്പോഴോ കപ്പാസിറ്റൻസ് കൂടി, കപ്പാസിറ്റൻസ് കൂടിയപ്പോൾ കപ്പാസിറ്റി റിയാക്ടൻസ് കുറഞ്ഞു, കപ്പാസിറ്റി റിയാക്ടൻസ് കുറഞ്ഞപ്പോൾ കറണ്ട് കൂടി. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ ഇങ്ങനെയാണ്. ഡിസ്റ്റൻസ് കുറഞ്ഞപ്പോൾ കറണ്ട് കൂടി, ഡിസ്റ്റൻസ് കൂടിയപ്പോൾ കറണ്ട് കുറഞ്ഞു. ക്ലിയർ? സെക്കൻഡ് ചാപ്റ്റർ കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മുടെ ആൻസറിലേക്ക് നമ്മൾ വന്നാൽ ദാ, how does the circuit current change if the plates on the capacitor are brought closer? Brought closer എന്ന് വെച്ചാൽ ഡി കുറച്ചു, അപ്പൊ ഐ കൂടി. ഇതല്ലേ ഇപ്പൊ നമ്മൾ പഠിച്ചേ. അതേപോലെ മൂവ്ഡ് അവേ, ഡി കൂട്ടി, ഐ കുറഞ്ഞു. ക്ലിയർ അല്ലേ മക്കളെ ആൻസർ? ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് ചെയ്ത ഈ ക്വസ്റ്റ്യൻ മര്യാദക്ക് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഇതിൽ കുറച്ച് സബ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ദാ, കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാ? R ഈക്വൽ ടു 10 ohm, L ഈക്വൽ 0.4 ഹെൻറി, C ഈക്വൽ 20 മൈക്രോ ഫാരഡ്, F ഈക്വൽ 50 ഹേർട്സ്. Z കണ്ടുപിടിക്കുക, പവർ ഫാക്ടറും കണ്ടുപിടിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ അല്ലേ? Z കണ്ടുപിടിക്കുക, പവർ ഫാക്ടറും കണ്ടുപിടിക്കുക. എളുപ്പമാണ് നമുക്ക് ചെയ്യാം. നമുക്കറിയാം Z കണ്ടുപിടിക്കാൻ അല്ലേ, എന്താണ് ഇക്വേഷൻ? R² പ്ലസ് L ഒമേഗ മൈനസ് 1/c ഒമേഗ ദ ഹോൾ സ്ക്വയർ. അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ നമുക്ക് ഒമേഗ വേണമല്ലോ. ഒമേഗ ഉണ്ടെങ്കിൽ L ഒമേഗയും 1/c ഒമേഗ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാം ഒമേഗ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ മക്കളെ? 2πf അല്ലേ? അപ്പൊ 2π ഇൻറ്റു എഫിന്റെ വാല്യൂ 50 ആയിരുന്നില്ലേ അല്ലേ? അപ്പൊ നമുക്ക് എന്താ വരിക? നമ്മളിവിടെ ചെയ്യുമ്പോൾ 2 ഇൻറ്റു പൈ അല്ലേ? അപ്പൊ 2 ഇൻറ്റു 3.14. അതേപോലെ തന്നെ ഇൻറ്റു 50 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 100 അല്ല. 100 ഇൻറ്റു 3.14 എന്ന് പറയുമ്പോഴത്തേക്കും 314.5 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇവിടെ നിന്ന് L ഒമേഗയും 1/c ഒമേഗയും കൂടി വേണ്ടേ? എന്നിട്ട് വേണ്ടി അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി. സോ നമുക്ക് ആദ്യം L ഒമേഗ കണ്ടുപിടിക്കാം അല്ലേ? എല്ലിന്റെ വാല്യൂ എത്രയാണ് അവിടെ? 0.4 ഇൻറ്റു ഹെൻറി ആണല്ലോ, കൺവേർട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലേ, SI യൂണിറ്റ് ആണ്. ഇൻറ്റു ഒമേഗയുടെ വാല്യൂ 314.15 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 125.6 ഓം എന്ന് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ നമുക്ക് ഇനി എന്തുണ്ട്? 1/c ഒമേഗ കണ്ടുപിടിക്കണ്ടേ? സോ 1 അല്ലേ, സി എത്രയാണ് ഇവിടെ? 20 മൈക്രോ ഫാരഡ് അല്ലേ? 20 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു ഒമേഗയുടെ വാല്യൂ 314.15 ചെയ്യുമ്പോൾ നമുക്കുണ്ടല്ലോ 159.15 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ഇത് ചെയ്യുമ്പോൾ 159.15 എന്ന് കിട്ടും. ഇത്രയും ഓം. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോ നമുക്ക് എന്തൊക്കെ കിട്ടി? L ഒമേഗയും കിട്ടി, 1/c ഒമേഗയും കിട്ടി. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരെയാണ്? ഇംപിഡൻസ് അല്ലേ? സോ ഇംപിഡൻസിന്റെ ഇക്വേഷൻ എഴുതാലോ. എന്താണ് ഇംപിഡൻസിന്റെ ഇക്വേഷൻ? ദാ Z ഈക്വൽ R². R ഇവിടെ 10 അല്ലേ? അപ്പൊ 10² പ്ലസ് L ഒമേഗ. L ഒമേഗ എന്ന് പറയുമ്പോൾ 125.6 മൈനസ് 1/c ഒമേഗ. 1/c ഒമേഗ എത്രയാ? 159.15 ദ ഹോൾ സ്ക്വയർ. സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും എന്നറിയോ? 35 ഓം എന്ന ആൻസർ കിട്ടും. ചെയ്ത് നോക്കിയാൽ മതി, കറക്റ്റ് കിട്ടും ആൻസർ. അപ്പൊ എന്താണ് നമുക്ക് ഇംപിഡൻസ് അല്ലേ ക്വസ്റ്റ്യൻ ഉണ്ടായത്? Z ആയിരുന്നു, കണ്ടോ? Z ആണ് ക്വസ്റ്റ്യൻ. Z ഈക്വൽ ടു എന്താണ്? √R² പ്ലസ് L ഒമേഗ മൈനസ് 1/c ഒമേഗ ദ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? Z ഈക്വൽ ടു 35 ഓം എന്ന ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ മക്കളെ? ഇനി നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത് അല്ലേ? പവർ ഫാക്ടർ അല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? നമുക്കറിയാം പവർ ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ cos⁵ ഈക്വൽ ടു R/Z അല്ലേ? അല്ല അല്ല, അത് വേറെ ഒന്നും വെച്ച് ഇവിടെ ചെയ്യാൻ പറ്റില്ല, കാരണം ആംഗിൾ ഒന്നും തന്നിട്ടില്ലല്ലോ നമുക്ക്. അപ്പൊ cos⁵ ഈക്വൽ ടു എന്താ വരിക? R/Z അല്ലേ? നോക്കിയേ, Z വാല്യൂ 35, ആറിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ 10 ഓം തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? 10/35 അല്ലേ? ഇങ്ങനെയല്ല വരാ? 10/35 ചെയ്യുമ്പോൾ 0.28 നമുക്ക് ആൻസർ കിട്ടും. ഇതാണ് എന്ത്? പവർ ഫാക്ടർ.
ഓക്കെ, അപ്പൊ നമ്മളിവിടെ നിന്ന് ഇമ്പിഡൻസും കണ്ടുപിടിച്ചു, പവർ ഫാക്ടറും കണ്ടുപിടിച്ചു. ക്ലിയർ? ഇപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തരാം, എന്താ പറയാ, എല്ലും അതേപോലെ തന്നെ ഫ്രീക്വൻസി തന്നിട്ട് വേണമെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കണ്ടുപിടിക്കാൻ ചോദിക്കാം. അപ്പൊ ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ ഇക്വേഷൻ എന്താ? എൽ ഒമേഗ അല്ലേ? അപ്പൊ എൽ ഇൻറ്റു ഒമേഗക്ക് വരാൻ 2πf ചെയ്തിട്ട് എൽ ഒമേഗ കണ്ടുപിടിക്കാം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് സിയും എഫും തന്നിട്ട് കപ്പാസിറ്റി റിയാക്ടൻസ് ചോദിച്ചാലോ? എന്താണ്? എക്സ് ഈക്വൽ 1/c ഒമേഗ അല്ലേ മക്കളെ? അപ്പൊ 1/c ഇൻറ്റു ഒമേഗക്ക് വരാൻ 2πf ചെയ്താൽ മതി. അതായത് ഇങ്ങനെ തരും, എല്ലും എഫും തന്നിട്ട് എക്സ് എൽ കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ എൽ ഒമേഗ അല്ലേ? എൽ ഇൻറ്റു 2πf ചെയ്തിട്ട് കണ്ടുപിടിച്ചാൽ മതി. അതേപോലെ സിയും എഫും തന്നിട്ട് എക്സ് സി കണ്ടുപിടിക്കാൻ പറയും. 1/c ഒമേഗ അല്ലേ? അപ്പൊ എന്താ പറയാ? 1/c ഇൻറ്റു 2πf ചെയ്യുക, ആൻസർ സോൾവ് ചെയ്യുക. ക്ലിയർ? ഇങ്ങനെയും ചോദ്യങ്ങൾ ചോദിക്കാം. മര്യാദക്ക് ഒന്ന് വായിച്ചാൽ കിട്ടാവുന്ന കാര്യങ്ങളുള്ളൂ. ഇനി ഇതാ 2 ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ. ഇതാ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇൻ ദ ഫോളോയിങ് സർക്യൂട്ട് ഫൈൻഡ് ദ ഇംപിഡൻസ്. ഇംപിഡൻസ് കണ്ടുപിടിക്കുക അല്ലെ? നമ്മൾ ഇത്രയും നേരം ഇംപിഡൻസ് കണ്ടുപിടിച്ചത് എന്തായിരുന്നു? എല്ലും സി ഒക്കെ തന്നിട്ട് എൽ ഒമേഗയും 1/c ഒമേഗ കണ്ടുപിടിച്ചിട്ടല്ലേ? പക്ഷെ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ് ഈ ക്വസ്റ്റ്യൻ. എൽ ഒമേഗയുടെ വാല്യൂ, എൽ ഒമേഗ എന്ന് വെച്ചാൽ എന്താ? ഇൻഡക്ടറിന്റെ റെസിസ്റ്റൻസ് അല്ലേ? 1/c ഒമേഗ എന്താ? കപ്പാസിറ്ററിന്റെ റെസിസ്റ്റൻസ്. ഇതൊന്നും കണ്ടുപിടിക്കേണ്ടെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. വേണ്ട, ഇൻഡക്ടറിന്റെ റെസിസ്റ്റൻസ് 15 ഓം, കപ്പാസിറ്ററിന്റെ റെസിസ്റ്റൻസ് 3 ഓം, റെസിസ്റ്ററിന്റെ ഓൾറെഡി 5 ഓം. എല്ലാം ഡയറക്റ്റ് വന്നിട്ടില്ലേ? നമുക്കതൊന്ന് എടുത്ത് എഴുതാലോ. എൽ ഒമേഗയുടെ വാല്യൂ 15 ഓം, 1/c ഒമേഗയുടെ വാല്യൂ 3 ഓം, ആറിന്റെ വാല്യൂ 5 ഓം. എല്ലാം നമുക്ക് എളുപ്പത്തിന് വേണ്ടി തന്നിട്ടുണ്ട് അവർ. കണ്ടുപിടിക്കേണ്ട ഇംപിഡൻസ് ആണ് അല്ലെ? ഇംപിഡൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? √r² പ്ലസ് എൽ ഒമേഗ മൈനസ് 1/c ഒമേഗ ദ ഹോൾ സ്ക്വയർ. ചെയ്ത് നോക്കിക്കോളൂ, ഇപ്പൊ തന്നെ ചെയ്യാം അല്ലെ? ആറിന്റെ സ്ക്വയർ 25 പ്ലസ് എൽ ഒമേഗ 15 മൈനസ് 1/c ഒമേഗ 3 അല്ലേ? ദ ഹോൾ സ്ക്വയർ. z ഈക്വൽ ടു √ എന്താ വരാ? 25 പ്ലസ് 12 സ്ക്വയർ അല്ലെ? 12 സ്ക്വയർ z ഈക്വൽ ടു നമുക്ക് എന്താ പറയാ? 25 പ്ലസ് 144 വരും അല്ലെ? 12 സ്ക്വയർ 144 അല്ലേ? അപ്പൊ നമുക്ക് എന്താ പറയുക? z ഈക്വൽ ടു √169. 169ന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ 13 ഓം ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ മക്കളെ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, ഓം കാണുമ്പോ ക്വസ്റ്റ്യൻ തെറ്റാണെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് മിസ് ചെയ്ത് കളയാൻ നോക്കും. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ എടുത്ത് കാണിച്ചു തന്നത്. എന്താണ് സംഭവം? നമുക്ക് ഓൾറെഡി അറിയാം, ഈ എല്ലും സി ഒക്കെ കാണുമ്പോൾ നമ്മൾ എന്താണ്? എൽ ഒമേഗയും 1/c ഒമേഗ കണ്ടുപിടിച്ചാൽ മാത്രമേ സെറ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇവിടെ എൽ ഒമേഗയുടെയും 1/c ഒമേഗയുടെയും വാല്യൂ ഡയറക്റ്റ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ PYQല് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ മക്കളെ? ഇനി നമ്മൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇതാ ട്രാൻസ്ഫോമറിൽ നിന്നാണ് ക്വസ്റ്റ്യൻ. കാരണം നമ്മൾ ട്രാൻസ്ഫോമർ അല്ലേ എപ്പോഴും ശ്രദ്ധിക്കാട്ടെ. എന്തിനാണ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്? വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാനോ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യാനോ നമ്മൾ എന്ത് ഉപയോഗിക്കുക? ട്രാൻസ്ഫോമർ ഉപയോഗിക്കുക. ഇനി ഈ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ നമ്മൾ എന്താ വിളിക്കുക? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്നാണ് വിളിക്കുക. വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുന്ന ട്രാൻസ്ഫോമറിനെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് വിളിക്കുക. ഓക്കെ അല്ലേ? ഇനി ട്രാൻസ്ഫോമർ പഠിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാട്ടെ, ട്രാൻസ്ഫോമറിൽ നിന്നുള്ള എനർജി ലോസ് ആണ് മിക്കപ്പോഴും ചോദിക്കുക. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ട്രാൻസ്ഫോമറിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ VS/VP ഈക്വൽ ടു NS/NP ഈക്വൽ ടു IP/IS. കറണ്ട് മാത്രം തിരിച്ചെഴുതാം. ഇത് വെച്ച് പ്രോബ്ലം ചോദിക്കും. നിങ്ങൾ 10th പഠിച്ച അതേ സാധനം വെച്ച് ഇവിടെയും പ്രോബ്ലം ചോദിക്കും. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി ചോദിക്കും. ഇതാ ഇതിന്റെ പവർ ഉണ്ടല്ലോ, ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് പവറോ അല്ലെങ്കിൽ ഇൻപുട്ട് പവറോ കണ്ടുപിടിക്കാൻ ചോദിക്കും. പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? I/V അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഒന്നെങ്കിൽ VP/IP അല്ലെങ്കിൽ VS/IS ചെയ്താൽ പവർ കിട്ടും. അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇവിടെ ചോദിക്കാം. എന്താണെന്നറിയോ? ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി. ഓക്കെ, ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ആണ്, ഇൻറ്റു 100. മറക്കരുത് കേട്ടോ ഈ 3 ഭാഗങ്ങൾ. ഇതാ ട്രാൻസ്ഫോമറിന്റെ ഇക്വേഷൻ, പവർ, പിന്നെ എഫിഷ്യൻസി. ഈ 3 ഭാഗങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് എന്ത് വരിക? പ്രോബ്ലംസ് വരിക. എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ അല്ലേ?
ഔട്ട്പുട്ട് പവർ എന്ന് വെച്ചാൽ സെക്കൻഡറി VSIS അല്ലെ, ഏതാണ് ഔട്ട്പുട്ട് കേട്ടോ, VSIS ബൈ VPIP ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എന്ത് ഡെഫിഷ്യൻസി കിട്ടും. ക്ലിയർ അല്ലേ മക്കളെ? ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റിലേക്ക് പോകാലോ. ഇതാ ഇവിടെ ക്വസ്റ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, എ പവർ ട്രാൻസ്മിഷൻ ലൈൻ. ഒരു പണി ചെയ്യാം, നമുക്ക് ഇവിടെ നിന്ന് ഇതെടുത്ത് മാറ്റാം, പ്രോബ്ലം ചെയ്യാനുള്ളതല്ലേ. ക്വസ്റ്റിലേക്ക് പോവാം. എ പവർ ട്രാൻസ്മിഷൻ ലൈൻ ഫീഡ്സ് ഇൻപുട്ട് പവർ അറ്റ് 3300 വോൾട്ട്. ഇൻപുട്ട് പവർ കൊടുത്തിരിക്കുന്നത് എത്ര വോൾട്ടേജിലാണ്? 3300 വോൾട്ടിൽ. ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് 3300 വോൾട്ടിലാണ്. അതായത് ഇൻപുട്ട് വോൾട്ടേജ് ആണ് കേട്ടോ, വോൾട്ട് അല്ലേ. അപ്പോൾ VP ആണ് തന്നിരിക്കുന്നത് 3300 വോൾട്ട്. ഇൻപുട്ട് മീൻസ് പ്രൈമറി. അടുത്തത്, ടു എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വിത്ത് ഇറ്റ്സ് പ്രൈമറി വൈൻഡിങ് ഹാവിങ് 6000 ടേൺ. ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്, അതിന്റെ പ്രൈമറി വൈൻഡിങ്, പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് എത്രയാണ്? NP 6000 ടേൺ ആണ്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് അറിയോ, വാട്ട് ഷുഡ് ബി ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി. സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് NS കണ്ടുപിടിക്കുക. ഓക്കെ, എപ്പോഴാണ്? ടു ഗെറ്റ് ഔട്ട്പുട്ട് പവർ അറ്റ് 220 വോൾട്ട്. ഔട്ട്പുട്ടിൽ 220 വോൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എത്ര നമ്പർ ഓഫ് ടേൺസ് സെക്കൻഡറിയിൽ കൊടുക്കണം എന്നാണ് ചോദ്യം. അപ്പോൾ ഒന്നുകൂടി നോക്കുക. എ പവർ ട്രാൻസ്മിഷൻ ലൈൻ ഫീഡ്സ് ഇൻപുട്ട് പവർ അറ്റ് 3300 വോൾട്ട്. ഇൻപുട്ട് ആണ്, അപ്പോൾ VP ആണ്. ടു എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വിത്ത് ഇറ്റ്സ് പ്രൈമറി വൈൻഡിങ് ഹാവിങ് 6000 ടേൺ. അപ്പൊ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ആണ് 6000 ടേൺ. വാട്ട് ഷുഡ് ബി ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി? NS കണ്ടുപിടിക്കണം 220 വോൾട്ട് കിട്ടാനായിട്ട്. സ്ഥിരം നമ്മുടെ ഇക്വേഷൻ തന്നെ, VS by VP ഈക്വൽ ടു NS by NP. I ഉണ്ടെങ്കിൽ മാത്രം, ഉള്ളവരെ മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പൊ എന്താ വരാ, VS by VP NS by NP അല്ലേ. അപ്പോ VS എത്രയാ? 220 ഡിവൈഡഡ് ബൈ VP 3300 ഈക്വൽ ടു NS കണ്ടുപിടിക്കണം. NP എത്രയാ? 3000 NP എന്ന് പറയുമ്പോൾ 6000 അല്ലേ. ഇവിടെ നമുക്ക് NS എല്ലാം കണ്ടുപിടിക്കണ്ടേ. അപ്പൊ NS ഈക്വൽ ടു 6000 ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇൻറ്റു അല്ലേ ആവാ. 220 ഇൻറ്റു 6000 ഡിവൈഡ് ബൈ 3300 എന്ന് വരും. ഓക്കെ അല്ലേ മക്കളെ? നമ്മളിത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ 0 ക്യാൻസലായി പോയി, അതേപോലെ തന്നെ അത് അവിടെ 0 ക്യാൻസലായി പോയി. അപ്പോൾ നമുക്ക് എന്താ വരിക? 22 ഇൻറ്റു 600 ബൈ 33 എന്ന് വരും അല്ലേ. നമുക്ക് ഇതിനെ 11 വെച്ച് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. 11 22-ൽ 2 ടൈംസ്, ഇവിടെ 3 ടൈംസ് വരും. അതേപോലെ തന്നെ 600-നെ 3 വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞാൽ 200 കിട്ടും. അപ്പോൾ 2 ഇൻറ്റു 200 എന്ന് പറയുമ്പോൾ NS ഈക്വൽ ടു 400 ടേൺസ് എന്ന ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ മക്കളെ? സിമ്പിളാണ്. ട്രാൻസ്ഫോമർ ക്വസ്റ്റ്യൻ വന്നാൽ സിമ്പിളാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ കൂടെ നോക്കി വെക്കാം കേട്ടോ, ചിലപ്പോൾ അതും വരാം. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പോയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡെറിവേഷൻസ്, ഈ ചാപ്റ്ററിന്റെ ഡെറിവേഷൻസിന് അത്യാവശ്യം മാർക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വെയിറ്റേജ് ഉള്ള ചാപ്റ്ററായിട്ട് മാറുന്നത് അല്ലേ. നമ്മൾ എന്തൊക്കെയാണ്? റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ അല്ലെ. ഇതിന്റെ മൂന്നിന്റെയും എന്തൊക്കെയാണ്? കറണ്ട്, ഫേസർ ഡയഗ്രാം, പവർ. പിന്നെ LCRലേക്ക് വന്നാലോ, ഫേസർ ഡയഗ്രാം വെച്ചിട്ട് ഇംപെഡൻസ് കണ്ടുപിടിക്കാനുള്ള ഡെറിവേഷൻ. അതേപോലെ തന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ എന്തിലേക്കാണ് വരിക? അതിന്റെ റെസനൻസിലേക്ക് വരുന്നുണ്ട്, റെസനൻറ്റ് ഫ്രീക്വൻസിലേക്ക് വരുന്നുണ്ട്, അതിന്റെ പവറിലേക്കും വരുന്നുണ്ട്, പിന്നെ ട്രാൻസ്ഫോമർ. ഓക്കെ അല്ലേ? എല്ലാ ഭാഗവും കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രോബ്ലംസ്. കാരണം നമ്മൾ ഒരു പ്രോബ്ലം തന്നെ എല്ലാ ഭാഗവും കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ ചെയ്ത് നോക്കുക. എപ്പോഴും പറയുന്നത് ന്യൂമറിക്കൽ മിസ്റ്റേക്ക് ആണ് അവിടെ വരാൻ ചാൻസ്. ആ ന്യൂമറിക്കൽ മിസ്റ്റേക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക? ഓരോന്ന് സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ വരിക. ഇതേപോലത്തെ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നിങ്ങളുടെ BYQ ഉണ്ടാവും. അപ്പോൾ ഇതേപോലത്തെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നിങ്ങൾ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്യാൻ പറ്റും കേട്ടോ.